ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണോ ആഭ്യന്തര ഭരണം? ഇന്നലെ രാത്രി പത്തനംതിട്ട ടൗണിൽ വിവാഹാനുബന്ധ ചടങ്ങ് കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന സംഘത്തിന് നേരെ നരനായാട്ട് നടത്തുകയായിരുന്നു. യൂണിഫോം പോലും ഇടാതെ എത്തിയ പോലീസ് സംഘം. ചോദ്യമോ പറച്ചിലോ ഇല്ല, അടി മാത്രം. വീണ് കിടക്കുന്ന ആളെ പോലും മർദ്ദിച്ചു. നേരം വെളുത്തപ്പോൾ ആള് മാറിപ്പോയി എന്ന് ന്യായീകരിക്കുകയായിരുന്നു പത്തനംതിട്ട പോലീസ്. അക്രമം കാട്ടിയ SI എസ് ജുനുവിനെ ആദ്യം സ്ഥലം മാറ്റി തടിതപ്പാനായിരുന്നു ശ്രമം. ജനരോഷം ശക്തമായതോടെ ജുനുവടക്കം 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ വിഷയം ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ആദ്യം ശ്രീ ജിജിൻ മർദ്ദനമേറ്റ ആൾ, ശ്രീ MV സഞ്ജു CPIM ഏരിയ സെക്രട്ടറി, ശ്രീ രാജു P നായർ കോൺഗ്രസ്, ശ്രീ M ജയചന്ദ്രൻ ഇടത് സഹയാത്രികൻ, ശ്രീ സുഭാഷ് ബാബു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ SP എന്നിവർ. ആദ്യം ശ്രീ ഷിജിൻ, ഇന്നലെ രാത്രി പത്തനംതിട്ട നഗരത്തിൽ എന്താണ് സംഭവിച്ചത്? ഇന്നലെ ഞങ്ങൾ കല്യാണത്തിൻ്റെ റിസപ്ഷൻ കഴിഞ്ഞ് വരുന്ന സമയമായിരുന്നു. 11 മണിയോടുകൂടി നമ്മൾ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്തെത്തി. കേൾക്കാം, പറഞ്ഞു. അവിടുന്ന് പിന്നെ അവിടെ ഒരാൾ ഡ്രോപ്പ് ചെയ്യാനുണ്ട്. ഡ്രോപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താണെന്നറിയാം. അപ്പോൾ അദ്ദേഹം ഒരു സ്ത്രീ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ വിളിച്ചു വരുത്തി. അതുകൊണ്ട് അവർ 10 മിനിറ്റ് ഡിലേ ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഇത്ര ലോങ് സഞ്ചരിച്ച് വന്നതുകൊണ്ട് അതിനകത്തിരുന്ന ഒരു 3-4 പേര് എഴുന്നേറ്റ് നടന്നു. പിന്നെ ആ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ആ റോഡ് വഴി കുറച്ചങ്ങോട്ട് നടന്നു വെച്ച് തിരിച്ചു വരുന്ന വഴിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് പോലീസ് ഹൈ സ്പീഡിൽ വന്ന് ഫ്രണ്ടിൽ വന്ന് ഹോൺ അടിച്ചങ്ങ് നിർത്തി ഡോർ അത് നിർത്തുന്നതിന് മുമ്പേ ഡോറ് തുറന്നു. ആ ഒരു സിനിമ സ്റ്റൈലിൽ അങ്ങോട്ട് ചാടി ഇറങ്ങുക, ലാത്തിയെടുത്ത് ഓർഡറാണെന്നും പറഞ്ഞ് അങ്ങ് അടിക്കുക. ഫസ്റ്റ് അടി മേടിക്കുന്നത് നമ്മുടെ അളിയനാണ്. അളിയൻ ആദ്യം തന്നെ ഫസ്റ്റ് അടി മേടിച്ച് ഇങ്ങോട്ട് മാറി. പിന്നെ 3-4 അടി ഞാൻ ലാത്തിയെ പിടിക്കുന്ന തടയുന്ന സമയത്തും എന്നെ അപ്പുറത്തുനിന്ന് വന്ന് ആളടിക്കുക. അതിനുശേഷമാണ് സിത്താരയും ശ്രീജിത്തിനെയും അപ്പുറത്ത് ആ സൈഡ് വഴി അവർ ഒഴിഞ്ഞു പോകാൻ നിൽക്കുന്നത്. നമുക്ക് ആ ഫൂട്ടേജ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പുറം ആ ജീപ്പ് കവർ ചെയ്ത് പോകാൻ ശ്രമിക്കുമ്പോൾ പുറകെ ഓടി വന്നാണ് അവരുടെ പുറത്തിട്ട് അടിക്കുന്നത്. പിന്നെ മറിഞ്ഞു വീഴുക, തലക്കിട്ടടിക്കുന്ന ഒരു സാഹചര്യം ആണ് അവിടെ ഉണ്ടായത്. കാരണം വീണ് കിടന്നിട്ടും ലാത്തി കൊണ്ട് അടിക്കുന്ന ഒരു സാഹചര്യം പോലീസ് ക്രിമിനൽ മൈൻഡുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും ഷിജിൻ, ആ CCTV ദൃശ്യം ഞാൻ കണ്ടു. പോലീസിന്റെ വണ്ടി വളരെ വേഗത്തിൽ വന്ന് നിർത്തുന്നു, ചാടി ഇറങ്ങുന്നു. ചോദ്യമോ പറച്ചിലോ ഒന്നുമില്ല. ചാടി ഇറങ്ങിയ മൊമെന്റിൽ ലാത്തി വെച്ച് അടിക്കുകയാണ്. അങ്ങനെ അടികൊണ്ട ഒരാളാണ് താങ്കൾ. അടിക്കുന്നു. അപ്പോൾ പോലീസ് പറയുന്നത് അവിടെ ബാറിന് മുമ്പിൽ ഏതോ സംഘർഷം വന്നു, അത് ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടി വേഗം വന്നതാണ് എന്നാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ റോഡിന്റെ മറുവശത്താണ് ആ സ്ത്രീയും അവരുടെ ഭർത്താവും ഉള്ളത്. അവിടേക്ക് പുറകെ ഓടിച്ചെന്ന് അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇനി പെട്ടെന്നൊരു അക്രമം ഡിസ്പേഴ്സ് ചെയ്യാൻ വന്ന പോലീസ് സംഘത്തിനാണെങ്കിൽ പോലും എന്താണ് ഒരു തരത്തിൽ ഭ്രാന്തിളകിയതുപോലെ പെരുമാറിയെന്ന് പറയേണ്ടി വരും ദൗർഭാഗ്യവശാൽ. അങ്ങനെയാണ് ആ ദൃശ്യം കണ്ടാൽ മനസ്സിലാവുന്നത്. സാറേ, അത് ശരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായിരുന്നു. കാരണം SIയുടെ ബർത്ത്ഡേ ആയിരുന്നു എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ വന്ന് മർദ്ദിച്ച ആൾക്കാർ മദ്യലഹരിയിലായിരിക്കണം, മദ്യപിച്ചുകൊണ്ടായിരിക്കണം നമ്മളെ അത്തരത്തിൽ ഉപദ്രവിച്ചത്. കാരണം 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ സസ്പെൻഷൻ കൊടുത്ത ആൾക്കാരുടെ ബ്ലഡ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതന്നെ, പോലീസ് ആ ഒരു നിഗമനത്തിലേക്കൊന്നും എത്തുന്നില്ല. അവർക്ക് ഇപ്പോൾ ആരെയൊക്കെയോ രക്ഷിക്കാനുള്ള രീതിയിലേക്ക് അവരെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കണമെന്നുള്ള രീതിയിലേക്കാണ് അവർ പോകുന്നത്. ഈ പോലീസുകാർ യൂണിഫോമിലായിരുന്നില്ല അല്ലേ? ബാറിൽ സംഘർഷം ഉണ്ടായി എന്ന് വിളിച്ചു പറഞ്ഞത് കൊണ്ട് വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് യൂണിഫോം ഇടാത്ത പോലീസ് വരിക എന്ന് എനിക്ക് മനസ്സിലായില്ല. ഷിജിൻ, കേൾക്കാമോ? അദ്ദേഹത്തിന്റെ ഹെഡ്സെറ്റിന് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ കറക്റ്റ് ചെയ്തതിന് ശേഷം വരാം. ശ്രീ MV സഞ്ജു, ഇങ്ങനെയാണ് പോലീസ് പെരുമാറുന്നത് എങ്കിൽ വലിയ കഷ്ടമായിരിക്കും. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പ് നൽകേണ്ട സംവിധാനമാണ് പോലീസ്. ഒരു കാര്യവുമില്ലാതെ ഒരു കല്യാണ ചടങ്ങ് കഴിഞ്ഞ് വീട്ടിൽ പോയിക്കൊണ്ടിരുന്ന ആളുകൾ വഴിയരികിൽ വാഹനം നിർത്തിയിട്ട് പുറത്തിറങ്ങിയതിൻ്റെ പേരിൽ പൊതിരെ തല്ലുകയാണ്. തല്ലുക എന്ന് പറഞ്ഞാൽ വെറും തല്ലുമല്ല. ആ തല്ല് താങ്കളും കണ്ടിട്ടുണ്ടാകുമല്ലോ. എന്ത് പറ്റിപ്പോയി പോലീസിന് എന്ന് ആരും ആശ്ചര്യപ്പെടും.
സഞ്ജു കേൾക്കുന്നുണ്ട്. കേൾക്കുന്നില്ലേ? പോലീസ് പത്തനംതിട്ടയിൽ ചെയ്ത ഈ ക്രൂരകൃത്യത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പത്തനംതിട്ടയിൽ അടൂരിൽ നിന്ന് ഒരു വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തതിന് മടങ്ങി വന്നതിന് ശേഷം നിരപരാധികളായ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ദമ്പതികളെ ഉൾപ്പെടെയുള്ളവരെ അകാരണമായാണ് പോലീസ് മർദ്ദിച്ചിരിക്കുന്നത്. ഇതിനെ ഒരു തരത്തിലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലുള്ള ഒരാൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഈ സംഭവത്തെ അപലപിക്കുന്നു. ഇതിൽ കുറ്റക്കാരായ ആളുകൾക്കെതിരായിട്ടുള്ള നടപടി ത്വരിതഗതിയിൽ തന്നെ എടുക്കണമെന്ന് തന്നെയാണ് CPIM ആവശ്യപ്പെട്ടിട്ടുള്ളതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയിൽ ഈ അനിഷ്ട സംഭവം ഉണ്ടായപ്പോൾ ആവശ്യമായ ഇടപെടൽ നടത്തുകയും രാവിലെ തന്നെ പോലീസ് മൊഴിയെടുക്കുകയും 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരായ വകുപ്പ് തല അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമാകുന്നില്ല. ഇതിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം എന്ന ഒരു വകുപ്പ് കൂടി ചേർക്കേണ്ടതുണ്ട്. 354 വകുപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് BNSൽ 74 ആ വകുപ്പ് ഈ FIRനകത്ത് കൂട്ടി ചേർത്തിട്ടില്ല. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട അതിശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഈ നാട്ടിലെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതേ അഭിപ്രായം തന്നെയാണ് CPIMനും ഉള്ളത്. അല്ല, ഈ പോലീസ് പ്രത്യേകിച്ച് ഈ ജിനുവിന്റെ നേതൃത്വത്തിൽ ശ്രീ MV സമാനമായ ആക്രമ പരമ്പരകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ പോലീസ്, അതാണ് എനിക്ക് ഞാൻ ചോദിക്കാൻ വന്നത്. അപ്പൊ ഈ പോലീസിനെ സംബന്ധിച്ച് ഈ സ്റ്റേഷനിലെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനെ കുറിച്ചും ഈ SIയെ കുറിച്ചും ഇത് സ്ഥിരം പരാതിയാണെങ്കിൽ ഇങ്ങനെയാണ് അവിടെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നത് എന്നാണോ? ഒരു കാര്യവുമില്ലാതെ നിരപരാധികളായ മനുഷ്യന്മാരെ മൃഗീയമായി മർദ്ദിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കൺമുൻപിൽ കാണുകയാണ്. ഇത് തന്നെയാണ് പണി എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊക്കെ അത്ഭുതം തോന്നുകയാണ്. അല്ല, സിസ്റ്റത്തിന് കുഴപ്പമില്ല. ഈ ഇദ്ദേഹത്തിൻ്റെ നേരിലുണ്ടാകുന്ന ആക്രമണങ്ങൾ, അതിന് കൃത്യമായ പരാതി ഇപ്പോഴാണ് കൃത്യമായ ഒരാൾ കൊടുക്കാൻ തയ്യാറായത്. വേറെ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു പരാതിയിൽ ഇതുപോലെ തന്നെ ആശുപത്രിയിൽ കിടന്നൊരാൾ കിടന്നിരുന്നു. അത് പോലീസ് മൊഴിയെടുത്തില്ല. പക്ഷെങ്കിൽ അത് പ്രൈവറ്റ് കംപ്ലയിൻ്റ് എന്ന നിലയിൽ കോടതിയിൽ കൊടുക്കുന്നതിന് വേണ്ടി അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പരാതികൾ ഇദ്ദേഹത്തിനെതിരെ പോയിട്ടുമുണ്ട്. അതിൻ്റെ ഭാഗമായ നടപടികളെല്ലാം ഉണ്ടാകും. പക്ഷേ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നടപടി കുറെ കൂടെ ശക്തമാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, ഇതിപ്പോൾ ആദ്യം അദ്ദേഹത്തെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റുന്നു, ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റുന്നു. പിന്നീട് വൈകുന്നേരമാണ് DIGയുടെ നിർദ്ദേശമൊക്കെ അനുസരിച്ച് സസ്പെൻഷൻ ഓർഡറൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും കാലം ഇയാൾ ഇത്തരത്തിലുള്ള അപകടകാരിയായ ഒരു ഉദ്യോഗസ്ഥനാണ്? സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തും രക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആൾ ജീവൻ കളയാൻ തക്കവണ്ണം പെരുമാറുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇയാൾ ഇത്രയും കാലം അവിടെ തുടർന്നു എന്നുള്ളതൊരു ചോദ്യമാണല്ലോ. ഇതൊക്കെ ഇങ്ങനെ ചെയ്തോട്ടെ എന്നുള്ള മട്ടിൽ എങ്ങനെയാണ് ഈ പോലീസുകാരൻ ഇങ്ങനെ തുടരുന്നത്? അവിടെ ഇത്രയും കാലം തുടർന്നത് എങ്ങനെയാണ്? അങ്ങനെ തുടരാൻ അനുവദിക്കുകയില്ല. ശക്തമായ ഒരു പരാതി ഇപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ളത്. പലരെയും ഉപദ്രവിച്ചിട്ടുണ്ട്, വഴിയാത്രക്കാരെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. പക്ഷേ അവരാരും ഇദ്ദേഹത്തിനെതിരെ പരാതി ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരുടെ ഒരു കർശന നിയന്ത്രണത്തിൽ തന്നെ ആയിരുന്നു ഇദ്ദേഹം. പക്ഷേ പല സന്ദർഭങ്ങളിലും ഇദ്ദേഹം ആ നിയന്ത്രണത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അക്രമകാരിയാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പത്തനംതിട്ടയിലെ പോലീസിനെ പൊതുവായി നമുക്ക് ആ നിലയിൽ ആക്ഷേപിക്കാൻ കഴിയുന്നതല്ല. പല കാര്യങ്ങളിലും വളരെ മികച്ച പ്രവർത്തനം നടത്തുന്നവർ തന്നെയാണ് പത്തനംതിട്ടയിലെ പോലീസും പോലീസ് സംവിധാനവും. ഗവൺമെന്റിന്റെ നയത്തിന് വിരുദ്ധമാണ്, മായ്ക്കുമല്ലോ. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയത്തിന് വിരുദ്ധമായിട്ടാണ് ഇയാൾ പെരുമാറിയത് എങ്കിൽ ഇയാൾക്ക് നിരന്തരമായി ഇങ്ങനെ പെരുമാറാൻ എങ്ങനെ അവിടെ സാധിച്ചു? എങ്ങനെയാണ് അയാൾ നിരന്തരമായി അങ്ങനെ പെരുമാറിക്കൊണ്ടിരുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. ശരി, ആവട്ടെ. ശ്രീ രാജു പി നായർ, ഇത് ഒരു അത് പോലീസ് അന്വേഷണം തന്നെയാണ്. നിരന്തരമായി ഈ നിലയിലേക്കുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ക്രിമിനലുകൾ സ്വഭാവമുള്ള പോലീസുകാർക്കെതിരെ 108ഓളം വരുന്ന പോലീസുകാരെയാണ് ഈ ഗവൺമെന്റിന്റെ കാലത്ത് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുള്ളത്. ശരി, ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ 10-60,000-ഓളം വരുന്ന പോലീസ് സേനയിൽ ഇത്തരം പുഴുക്കുത്തുകളുണ്ട്. അവർക്കെതിരായ കർശന നിലപാടുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ശരി ആവട്ടെ. ശ്രീ രാജു പി നായർ, ഇത് സേനയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ കുഴപ്പം, അയാളുടെ മനോവൈകല്യം, പുഴുക്കുത്ത്, എക്സസ്, ഇതാണ് വിശദീകരിക്കപ്പെടുന്നത്. അങ്ങനെ നിങ്ങൾ കാണുന്നുള്ളോ? ഒരിക്കലുമല്ല. ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട്, ഏകദേശം 9 വർഷക്കാലമായിട്ടുള്ള പിണറായി വിജയൻ സർക്കാരിൽ ഏറ്റവും കൂടുതൽ പഴി കേട്ടിട്ടുള്ളത് ആഭ്യന്തര വകുപ്പാണ്. പോലീസിൻ്റെ
എന്താ പറയുക എക്സസീവ് ആയിട്ടുള്ള ഫോഴ്സ് ഉപയോഗിക്കുക, എക്സസ് ഫോഴ്സ് ഉപയോഗിക്കുന്ന ഉൾപ്പെടെ പോലീസിൻ്റെ ജനാധിപത്യപരമല്ലാത്ത ഈ നൂറ്റാണ്ടിൽ 2024 ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാടത്തം എന്നെനിക്ക് പറയാമോ എന്ന് എനിക്കറിയില്ല. കാരണം കാടിന് കുറേ കൂടി ബെറ്റർ റൂൾസ് ഉണ്ട്. അതിനേക്കാളൊക്കെ മൃഗീയമായ രീതിയിൽ മനുഷ്യനെ ആക്രമിക്കുന്ന പോലീസിനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ സമ്മേളനങ്ങൾ ഞാനധികം കേട്ടില്ല, പക്ഷെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിനുൾപ്പെടെ അല്ലെങ്കിൽ താഴത്തോട്ട് നടന്ന സമ്മേളനങ്ങളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും ഏറ്റവും കൂടുതൽ പഴി കേട്ടത് പോലീസിനെ വെച്ചിട്ടാണ്. പക്ഷെ ഇത്രമാത്രം പഴി കേട്ടിട്ടും ഇത്രമാത്രം സംഭവങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും എന്താ പറയുക ആവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ പോലീസ് സേനയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നത് മുഖ്യമന്ത്രി ഏറ്റവും വലിയ പരാജയമാണ് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ്. നോക്കൂ, ഞാനിപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഏരിയ സെക്രട്ടറി പറഞ്ഞ ഇതിന് വേണ്ടിയിട്ട് പോലീസിൽ എടുക്കേണ്ട നടപടി, അത് സ്ത്രീകളെ ആക്രമിച്ചതിൻ്റെയും ദളിതിനെ ആക്രമിച്ചതും ഉൾപ്പെടെ അവർക്കെതിരെ വധശ്രമ കേസ് ഉൾപ്പെടെ ചാർജ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷെ അതിനെ കുറേയെങ്കിലും അംഗീകരിക്കുന്ന CPM-ൻ്റെ ഏരിയ സെക്രട്ടറിയുടെ നിലപാടിനെ ഞാൻ സ്വാഗതം ചെയ്യാം. പക്ഷേ നവീൻ ബാബു കേസിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എടുത്ത നിലപാട് പോലെ ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റായും അത് പാർട്ടിക്കകത്തെ ആവശ്യവും മാത്രമായി ചുരുങ്ങിപ്പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എൻ്റെ ബഹുമാനായ ഏരിയ സെക്രട്ടറി നാളെ നടപടി നേരിടാതെ വരട്ടെ എന്ന് മാത്രം ഞാൻ ആശിക്കുകയാണ്. ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, ഈ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കുറ്റക്കാരായിട്ടുള്ള പോലീസുകാരെ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ നിലപാടാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗുണ്ടകൾ വളർന്നു വരുന്നത്, ഗുണ്ടകൾ കാരണം മനുഷ്യർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല, ഗുണ്ടകൾ കാരണം പോലീസിനും ഇറങ്ങാൻ കഴിയുന്നില്ല. നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം തട്ടുകടയിലിട്ടൊരു പോലീസുകാരനെ ചവിട്ടുന്ന ചവിട്ട്. അപ്പോൾ പോലീസിന് പോലും ഗുണ്ടകളെ പേടിക്കേണ്ട കാലമാണ്. കോട്ടയത്ത് നമുക്ക് ഓർമ്മയുണ്ട്, ഒരാളെ തല്ലിക്കൊന്നിട്ട് കോട്ടയം പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൊണ്ടുവന്ന് ഗുണ്ടകൾ ഇട്ടിട്ട് അവിടെ നിന്ന് കൊലവിളി നടത്തിയതും ആ വാതിലടച്ച് ഒരു ജനൽ തുറന്ന് പോലീസ് അവിടെ നിന്ന് ഗുണ്ടകൾ പോയോ എന്ന് അരമണിക്കൂർ കാത്തു നിന്ന ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട്. ഈ തിരുവനന്തപുരത്ത് ആളുടെ കാല് വെട്ടിയിട്ട് ബൈക്കിൽ കാലും കൊണ്ട് പ്രകടനം നടത്തിയ ഗുണ്ടകളെ നമുക്ക് ഓർമ്മയുണ്ട്. ഗുണ്ടകൾ ഇപ്പം ആവേശം സിനിമയുടെയൊക്കെ മാതൃകയിൽ, ആവേശമാണെന്ന് എനിക്ക് തോന്നുന്നു, സിനിമയുടെ മാതൃകയിൽ പുറത്ത് പൊതുസ്ഥലത്ത് വെച്ച് കേക്ക് കട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പത്തനംതിട്ടയിൽ തന്നെയാണല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഏറ്റവും വലിയ കാപ്പ കേസുള്ള പ്രതിനിധികളെ വരെ ഈ പാർട്ടിയിലേക്ക് ആനയിച്ചത്. അപ്പോൾ പോലീസുമായിട്ട് ഗുണ്ടകൾക്കുള്ള നെക്സസ് ബന്ധം വളരെ വലുതാണ്. ഇപ്പം അഭിലാഷ്, പത്തനംതിട്ടയിലെ ഈ ദൃശ്യം കണ്ടാൽ നമുക്കറിയാം ഈ പോലീസ് ആർക്കോ വേണ്ടിയിട്ട് വന്ന് ചെയ്യുന്നതാണ്. ബാറിനകത്ത് അടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് അടി കിട്ടിയാൽ പോലീസിന് ഇത്ര ശുഷ്കാന്തി ഇല്ലല്ലോ. ബാറിൽ അകത്തെന്തോ സംഘർഷമുണ്ടായി എന്നുള്ളതിൻ്റെ പേരിൽ ഇതേതാണ്ട് 144 നിലനിൽക്കുന്ന സ്ഥലത്ത് പോലും ചെയ്യാൻ കഴിയാത്ത അതേ രീതിയിൽ ആർക്കോ വേണ്ടി ആരുടെയൊക്കെയോ ഉത്തരവ് പാലിക്കാൻ വേണ്ടി ആക്രോശത്തോടെ വരുന്ന പോലീസും അവിടെ നിന്ന് ചാടി ഇറങ്ങി സിനിമാ സ്റ്റൈലിൽ വഴി കാണുന്നവരെ മർദ്ദിക്കും. ആരാണ് ഈ പോലീസിന് ആഭ്യന്തരമന്ത്രിയേക്കാൾ അത്രമാത്രം വലിയ വിധേയത്തോടുകൂടി ആ ബാറിനെ സംരക്ഷിക്കേണ്ട ചുമതല കൊടുത്തിരിക്കുന്നത് ആരാ? ആ ബാറിന്റെ മുതലാളിയാണോ? ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പലതരത്തിൽ നേരത്തെ ഒരു വിദ്യാർത്ഥിയെ ആക്രമിച്ചതുൾപ്പെടെ ഒട്ടേറെ കേസുകൾ ഈ ഇതിനെതിരെ ഉയരുന്നുണ്ട്. അദ്ദേഹം ആക്ഷൻ ഹീറോ ബിജു ഒക്കെ കണ്ട് വലിയ രീതിയിൽ ഒരു ഉത്തേജിതനായ ഒരു ഉദ്യോഗസ്ഥനാണെന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ആരാണ് ഈ സർക്കാരിൻ്റെ പോലീസിനെ നിയന്ത്രിക്കുന്നത്? പോലീസ് നിരന്തരമായിട്ട് കിളിക്കൊല്ലയിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ, കിളിക്കൊല്ലൂരിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ പോലും മർദ്ദനമേൽക്കേണ്ടി വന്നില്ലേ? ഈ ഗവൺമെന്റ് വന്ന് തുടങ്ങിയ സമയത്തല്ലേ തൃശ്ശൂരിൽ ഒരു കുട്ടി ആക്രമിക്കപ്പെട്ട ഒരു ദളിത് വിദ്യാർത്ഥി മുടി വളർത്തിയതിന്റെ പേരിൽ പോലീസിന്റെ അതിക്രമം നേരിട്ടതും അതിനുശേഷം ആത്മഹത്യ ചെയ്യേണ്ടി വന്നതും? വിനായകൻ. അതുപോലെ തന്നെയാണ് എറണാകുളം ജില്ലയിലാണ് ശ്രീജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലീസ് കയറി ആക്രമിച്ചത്. അന്ന് എന്താ പറഞ്ഞത്? ആള് മാറിപ്പോയി എന്നല്ലേ പറയും, ഇപ്പോഴും പറയുന്നത് ആള് മാറിപ്പോയി എന്നല്ലേ. ആലുവയിൽ പർവീൻ ആ കുട്ടി ആത്മഹത്യ ചെയ്താരാ? CA-യുടെ പേരെഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്. ആ CA ഇന്നും സർവീസിലുണ്ട്. കിളിക്കല്ലൂരിലെ പോലീസ് ഇപ്പോഴും സർവീസിലുണ്ട്. കേരളത്തിൽ പോലീസിനെതിരെ നടപടികൾ എടുക്കുന്നത് വെറുതെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമായി മാറുന്നു. പോലീസ് അത് മഫ്തിയിൽ പോലും വന്നിട്ട് ഈ നടത്തിയ അതിക്രമത്തെ ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി കാണാൻ കഴിയില്ല. അവരെ മഫ്തിയിലുള്ള സാധാരണ സിവിലിയൻസിനെ
ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്താൽ എങ്ങനെയാണോ നേരിടേണ്ടത് അതേ നിയമം ഉപയോഗിച്ചുകൊണ്ട് അതേ രീതിയിൽ വധശ്രമത്തിനുള്ള കേസെടുത്തുകൊണ്ട് അവർക്കെതിരെ നടപടി പോകണം. അതില്ലെങ്കിൽ ആ മനുഷ്യർക്ക്, സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർക്ക് നീതി ലഭിക്കില്ല, ഈ സർക്കാരിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് കണക്ക് കൂട്ടേണ്ടി വരും. ശരി, ശ്രീ എം ജയചന്ദ്രൻ, ആ ദൃശ്യങ്ങൾ താങ്കളും കണ്ടു കാണും. പോലീസുകാർ വന്നിറങ്ങുന്ന രീതി, അടിക്കുന്ന രീതി, ഈ പോലീസ് എന്തായിട്ടാണ് പത്തനംതിട്ടയിൽ ആക്ട് ചെയ്തത്? പലരും യൂണിഫോമിലല്ല. അവർ ഒരു ബാറിൽ നിന്ന് ആ ബാറിനകത്തൊരു കശപിശയുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞാൽ ഇതുപോലെ ആ ബാറിന്റെ പരിസര പ്രദേശത്തുകൂടി വഴി നടക്കുന്ന സകലരെയും തല്ലി ശരിയാക്കുന്ന സേനയാണോ? ബാർ മുതലാളിയുടെ കൂലിപ്പടയാണോ കേരളത്തിലെ പോലീസ് എന്ന് ചോദ്യം ചോദിക്കേണ്ടി വരും. അതെ, താങ്കൾ ചോദിച്ചത് ആ രൂപത്തിൽ ഞാൻ ചോദിക്കുന്നില്ലെങ്കിലും ഇത് പോലീസ് കാണിച്ചത് നിയമവിരുദ്ധമായ നടപടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതങ്ങനെ എടുത്തു പറയാൻ കാരണം, ഇപ്പോൾ അവരിവിടെ വന്ന് രണ്ടുപേർ ആ ബാറിൽ ബഹളം ഉണ്ടാക്കി എന്നുള്ളതാണല്ലോ അടിസ്ഥാന പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത്. ഇവർ വന്നപ്പോൾ പക്ഷേ ആ അക്രമികൾ ബൈക്കിൽ കടന്നു കളയുകയും ചെയ്തു. പിന്നെയാണ് കണ്ണിൽ കണ്ടവരെല്ലാം തല്ലുന്നത്. ഇനി ഈ ഇവർ വന്ന സമയത്ത് യഥാർത്ഥ അക്രമികൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ കരുതുക. അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തന്നെ കരുതിക്കോളൂ. ഇവരെന്താണ് ചെയ്യേണ്ടത്? അവരെ അറസ്റ്റ് ചെയ്യണം. അല്ലാതെ തല്ലി ഓടിക്കുന്നതല്ലല്ലോ പണി. അവരെ അറസ്റ്റ് ചെയ്യണം സംശയമുണ്ടെങ്കിൽ. അതാണ് ആ SIയും പോലീസും ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാതെ അതിന് പകരം നേരെ കയ്യേറ്റം നടത്തുക, അനധികൃതമായ കയ്യേറ്റം, നിയമവിരുദ്ധമായ കയ്യേറ്റം നടത്തുക എന്നുള്ള നിയമവിരുദ്ധമായ നടപടി തന്നെയാണ് ക്രമസമാധാനം പാലിക്കേണ്ട ഈ പോലീസ് ഉദ്യോഗസ്ഥനായ ജിനു എന്നയാൾ കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരു സംശയവുമില്ലാതെ അത് നിയമവിരുദ്ധമായ നടപടിയാണ് പോലീസ് കാണിച്ചത്. അതിനുള്ള ശിക്ഷയിലേക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് ശിക്ഷകൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഏറ്റുവാങ്ങിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അഭിലാഷേ. മറ്റൊരു കാര്യം, ഇത് പിന്നെ മറ്റു ചില വിഷയങ്ങളിലേക്ക് നമുക്കൊരു ചർച്ചയ്ക്കുള്ള ഒരു ഭൂമികയായി അല്ലെങ്കിൽ ഒരു വേദിയായി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. എല്ലാം പറയാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഒരു ചർച്ചയിൽ 2020 ഈ നമ്മുടെ 564 പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലാകെ ഉള്ളത്. അവിടെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും SHOമാരായി, അതുവരെ ഉണ്ടായിരുന്നത് സബ് ഇൻസ്പെക്ടർമാരായിരുന്നു. ആ നിയമം മാറ്റി സർക്കിൾ ഇൻസ്പെക്ടർമാരെ SHOമാരാക്കുന്നു 564 പോലീസ് സ്റ്റേഷനുകളിലും. ആ നിയമം ഉണ്ടാകുന്നത് 2020. അപ്പോൾ അതൊരുപാട് കാഴ്ചപ്പാടുകളോടെയാണ് വെച്ചത്. പക്ഷേ അത് വലിയൊരു തിരിച്ചടി ആയിട്ടുണ്ട് എന്ന് ഭരണതലത്തിൽ തന്നെ അറിയാം. പോലീസുകാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പലരും പറയുന്നൊരു കാര്യമാണത്. ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കം പറയുന്ന കാര്യമാണ്. അപ്പോൾ അത് മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നൊരു അഭിപ്രായം ഞാൻ ഈ ചർച്ചയിൽ ഇവിടെ മുമ്പോട്ട് വെക്കുകയാണ്. ഈ ഒരു 2 പോലീസ് സ്റ്റേഷൻ്റെ അധികാരം ഒരു CIക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ സംവിധാനം ഈ രംഗത്ത് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ജിനുമാർ, ഫ്രസ്ട്രേഷൻ കൊണ്ട് നടക്കുന്ന ഒരുപാട് പോലീസുകാരുണ്ട്. CIയെ അനുസരിക്കാത്ത പോലീസുകാർ, SI അനുസരിക്കാത്ത പോലീസുകാർ, സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുന്ന പോലീസുകാർ, അങ്ങനെ ഒരു അൺപ്രൊഫഷണലായിട്ടുള്ള സംവിധാനമായി പോലീസ് സ്റ്റേഷൻ്റെ അകത്തെ ഹൈറാർക്കി മാറുന്ന സ്ഥിതി എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. അത് നമുക്ക് വേണ്ടതല്ല. അങ്ങനെയല്ല വേണ്ടത് പോലീസിങ്ങിൽ. അപ്പോൾ അതിൻ്റെ അകത്തൊരു അഴിച്ചുപണി ഏത് നിലയ്ക്കാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതുപോലുള്ള സാഹചര്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ അടിയന്തരമായി ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുകൂടി ഞാൻ ഈ ചർച്ചയിൽ അഭിപ്രായപ്പെടുകയാണ്. പിന്നെ മറ്റൊന്നുള്ളത്, ഈ ഇന്ത്യയിൽ തന്നെ അഭിലാഷ്, ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ പോലീസിൻ്റെ അസോസിയേഷൻ. നേരത്തെ ബംഗാളിലുണ്ടായിരുന്നു, മമത പിന്നീട് അത് പിരിച്ചുവിട്ടു. കേരളത്തിൽ മാത്രമേ ഉള്ളൂ പോലീസ് അസോസിയേഷൻ എന്നുള്ള സംവിധാനമുള്ളത്. അത് ഈ അവകാശബോധമുള്ള പോലീസുകാരുടെ സംഘടന എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് LDF ഗവൺമെൻറ് ആണെങ്കിലും UDF ഗവൺമെൻറ്റുകളായിരുന്നപ്പോഴും ഒക്കെ അതിനെ അംഗീകരിച്ചിട്ടുള്ളത്. ആ സംഘടനാ ബോധത്തെ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ സംഘടനാ ബോധം എത്രത്തോളം പോലീസിൻ്റെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിനിങ്ങിൽ നടപ്പാക്കാൻ സംഘടനകൾക്ക് കഴിയുന്നുണ്ട് എന്നൊരു ആത്മപരിശോധന ഈ സംഘടന നടത്തണം എന്നൊരു നിർദ്ദേശം എന്ത് ചെയ്യുന്നു ചെയ്യാതിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ശ്രീ സുഭാഷ് ബാബു, പോലീസിംഗ് എങ്ങനെ നടത്തണം? ഇപ്പോൾ ഒരു സംഘർഷം ഉണ്ടായാൽ പോലീസ് അവിടെ ഇടപെടണം. ആ സംഘർഷം ലഘൂകരിക്കാൻ ചിലപ്പോൾ ഫോഴ്സ് പ്രയോഗിക്കേണ്ടിയും വരും. പോലീസിന്റെ ജോലിയാണല്ലോ അത്. പക്ഷേ ഇവിടെ നമുക്ക് CCTV ദൃശ്യങ്ങളുണ്ട്. വെറുതെ 2-3 ആളുകൾ റോഡിലൂടെ നടന്നു പോകുന്നതേ ഉള്ളൂ. ഒരു പോലീസ് വണ്ടി അവിടെ വന്ന് നിർത്താതിരിക്കുന്നു എന്നുള്ള മട്ടിൽ പകുതി നിർത്തി അവിടെ നിന്ന് പോലീസുകാർ ചാടി ഇറങ്ങി
അതിഭീകരമായി മർദ്ദിക്കുകയാണ്. ആരാണ് എന്താണ് എന്ന് ചോദിക്കുക പോലും ചെയ്യുന്നില്ല. ആ പോലീസ് ജീപ്പിന്റെ അപ്പുറവശത്ത് ഒരു സ്ത്രീയും പുരുഷനും കൂടി നടന്നു പോകുന്നു. ഈ സിതാരയും അവരുടെ ഹസ്ബൻഡ് ശ്രീജിത്തും കൂടി പുറകെ ചെന്ന് അടിച്ചു വീഴ്ത്തുകയാണ്. മറിഞ്ഞു വീണ് നിലത്ത് വീണ് കഴിഞ്ഞിട്ടും ഒരാളുടെ തലയ്ക്കടിക്കുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു മനോനിലയിലേക്ക് കേരളത്തിലെ പോലീസ് പോകുന്നുണ്ടെങ്കിൽ അത് ഒരു തരത്തിലും നിയമപരമായി എന്നുള്ളതല്ല, മാനുഷികമായി നിലനിൽക്കുന്നതല്ല. എന്ത് പറ്റി, എന്ത് ബോധത്തിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്ന് സംശയിച്ചു പോകില്ലേ ഏത് മനുഷ്യനും? തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രവൃത്തി ചെയ്യുന്നതിനും ഗളിതമായ നിയമങ്ങളുണ്ട്, നിയമ നടപടിക്രമങ്ങളും ഉണ്ട്. പക്ഷേ ഇവിടെ പ്രധാനമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഇനി ഒരു പ്രശ്നം ഉണ്ടായി എന്ന് വിചാരിക്കാം. സംഘർഷമുണ്ടായ സാഹചര്യത്തിലെത്തിയാൽ പോലും ഈ സംഘർഷമുണ്ടാകുന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്തുമ്പോൾ അവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏതെങ്കിലും രീതിയിൽ അടികലശൽ നടക്കുകയാണ്, സംഘർഷ സാഹചര്യമാണെങ്കിൽ അവരെ പെട്ടെന്ന് പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ വിരട്ടി ഓടിക്കലെന്ന് പറയുന്ന ഒരു പോലീസിൻ്റെ ഒരു സംവിധാനമുണ്ട്. അതേ സംബന്ധിച്ചിടത്തോളം അതെന്താണെന്ന് പറഞ്ഞാൽ വിരട്ടി ഓടിക്കലെന്നാണ് പറയുന്നത്, അതിന് അടി പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഒരാൾക്കൊക്കെ ഒരു അടി കൊടുത്തെന്ന് വരും, അത്രയേ ഉള്ളൂ. അതല്ലാണ്ട് അതിനപ്പുറത്തല്ല ഇതേമാതിരി ആളും തരവും നോക്കാതെ പോയി തല്ലുക എന്ന് പറയുന്നത് പോലീസിൻ്റെ പ്രവൃത്തി പരിചയത്തിൻ്റെ നിർവചനത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ ഉള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സംഘർഷ സാഹചര്യം അവിടെ ഇല്ല. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് രണ്ടുപേര് വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്നു, അവർ ബൈക്കിൽ പോയി എന്ന് പറയുന്നുണ്ട്. അത് അവിടെ വന്നതിന് ശേഷം ആളാരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണ്ടേ? പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അതായത് ആൾ മാറി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഗൗരവമായ മനുഷ്യാവകാശ ലംഘനമാണ്, ഭീമമായ നഷ്ടപരിഹാരം ആ വ്യക്തിക്ക് കൊടുക്കണം എന്നുള്ളതാണ് നിയമവ്യവസ്ഥിതി. അപ്പോൾ ആളാരാണെന്ന് അക്രമി ആരാണെന്ന് കണ്ടുപിടിക്കാതെ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു രീതിയിൽ നടപടിയെടുക്കാൻ പറ്റില്ല. അറസ്റ്റ് പോലും പാടില്ല. ആരെങ്കിലും ഇയാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അയാൾ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തി ഉത്തമ ബോധ്യം പോലീസ് ഉദ്യോഗസ്ഥന് വന്നതിന് ശേഷം മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അറസ്റ്റ് നടപടിക്ക് പോലും ഐഡൻറ്റിഫിക്കേഷൻ ഒരു പ്രധാന ഘടകമാണ്. ഇവിടെ അതൊന്നും ഉണ്ടാവുന്നില്ല. ഇവിടെ പ്രധാനമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്നു ഇറങ്ങുക, അടിച്ചോടിക്കുക. ഇത് അങ്ങനെ ഒരു നിയമ പ്രക്രിയ എവിടെയും ഇല്ല. അത് ചെയ്ത് ശുദ്ധമായ അധികപ്രസംഗമാണ്, അതുപോലെ തന്നെ നിയമരഹിതമായ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേര് ക്രിമിനൽ കേസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ രീതിയിൽ ആളുകൾ മറ്റൊരാളെ പരിക്കേൽപ്പിക്കുക എന്താണെന്ന് പറഞ്ഞാൽ 115, 17, 16 എന്ന് പറഞ്ഞ വകുപ്പ് അനുസരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആകെ ഈ ഫോഴ്സ് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ ആ അറസ്റ്റിന് അദ്ദേഹം കീഴ്പ്പെടാതെ ബലപ്രയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റിന് കീഴ്പ്പെടുത്താൻ ആവശ്യമായ ഏറ്റവും ചുരുങ്ങിയ ബലപ്രയോഗം, അത് തല്ലാനും കൊല്ലാനും അല്ല പറയുന്നത്. അയാളെ ചിലപ്പം പിടിച്ചു നിർത്താണ് പറഞ്ഞോ, അല്ലെങ്കിൽ ഇപ്പോൾ ശക്തമായിട്ട് ആ കൈ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യിക്കുകയാണ്, അല്ലെങ്കിൽ കൈ വേണമെങ്കിൽ പിടിച്ചിട്ട് തൽക്കാലം ഒന്ന് കെട്ടുകയോ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിക്കുക, അക്രമാസക്തമാണ്. അതല്ലാണ്ട് പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 34, 36, 39 വരെ BS പ്രകാരമുള്ള സാധാരണ വ്യക്തിക്കുള്ള എന്താ പറയുക റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്, അദ്ദേഹത്തിൻ്റെ സ്വയരക്ഷ എന്നുള്ള രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന് അതിനെ പ്രതിരോധിക്കാം. അതോടൊപ്പം തന്നെ ഈ അറസ്റ്റ് പ്രകാരം അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്തണം എന്നാണ് നിയമവ്യവസ്ഥിത. അതല്ലാണ്ട് ഇതേമാതിരി ഒരു ഹത്യ ഉപയോഗിക്കണമെങ്കിൽ അത് ഏതെങ്കിലും ഒരു അക്രമാസക്തമായ സംഘമാണെന്ന് മനസ്സിലാക്കുകയും ആ അക്രമാസക്തമായ സംഘമാണെന്നില്ല അതിന് നടപടിക്രമമുണ്ട്. അൺലോഫുൾ അസംബ്ലി, ഡിസ്പേഴ്സ്മെൻറ്റ് ഓഫ് അൺലോഫുൾ അസംബ്ലി. അപ്പോൾ അതനുസരിച്ച് അതിന് നടപടിക്രമം സ്വീകരിച്ചിട്ടാണ് സാധാരണഗതി ചെയ്യുക. പെട്ടെന്ന് ചിലപ്പോൾ ചെയ്യേണ്ടി വരും, കാരണം അതിലെ നടപടിക്രമം പൂർണ്ണമായിട്ട് ചിലപ്പോൾ ചോദിക്കാൻ പറ്റില്ല, ചിലപ്പോൾ നേരിട്ട് ലാത്തിച്ചാർജിലേക്ക് പോകണം. അങ്ങനെ ഒരു സംഘർഷ സാഹചര്യം, ആ സംഘർഷ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം അതിനെ ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യുന്ന ഒരു ആക്ഷനാണ്. അതിനും അതിൻ്റേതായ ന്യായീകരണം കൊണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ട്. ഇതേമാതിരി ചെയ്യാൻ നിയമത്തിലെവിടെയുമില്ല, പോലീസിൻ്റെ നടപടിക്രമത്തിലൊരിതേയുമില്ല. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യ നിർവഹണത്തിലെ അതിക്രമം എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ കാണണം. നിയമബാഹ്യമായ ഒരു അതിക്രമമാണ്, കേസെടുക്കാം. അതുപോലെ തന്നെ നടത്തിയത് പോലീസ് ഒരു തരത്തിലും അതിന് ഒരു തരത്തിലുള്ള ന്യായവുമില്ല. ഇവിടെ ശ്രീ ഷിജിൻ, അൺലോഫുൾ അസംബ്ലി ഉണ്ടെങ്കിൽ, നിയമവിരുദ്ധ സംഘം ചേരലുണ്ടെങ്കിൽ പോലീസ് ആളുകളെ വിരട്ടി ഓടിക്കാറുണ്ട്. പക്ഷെ ഞാൻ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്, നിങ്ങൾ നിൽക്കുന്ന സൈഡിൽ ആകെ 3 പേരും, അപ്പുറത്തെ സൈഡിൽ ആകെപ്പാടെ 2 പേരുമാണ്. വളരെ കുറച്ച് ആളുകളെ ആ റോഡിൽ പോലും ഉള്ളൂ. അവിടെ ആൾക്കൂട്ടമോ, സംഘർഷം പോയിട്ട് അവിടെ ആൾക്കൂട്ടം പോലുമില്ല. നിങ്ങൾ അവിടെ വാഹനം ഇറങ്ങിയ സമയത്തോ മുമ്പോട്ട് നടന്ന സമയത്തോ എപ്പോഴെങ്കിലും അവിടെ എന്തെങ്കിലും സംഘർഷം കണ്ടിരുന്നോ? സാർ, അവിടെ ഞങ്ങൾ ചെല്ലുന്ന സമയത്തൊന്നും ഒരു സംഘർഷത്തിൻ്റെ ഒരു പ്രതീതിയൊന്നും നമുക്ക് അവിടെ തോന്നിയിട്ടില്ല. നമ്മൾ അങ്ങോട്ട് നടന്നു പോകുന്നു, നേരെ തിരിച്ചിങ്ങോട്ട് വരുന്നു. അവിടെ നിന്ന് ആ മറവിൻ്റെ ഇടയ്ക്ക് വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കാണ് ആ വണ്ടി വന്നു പെട്ടെന്ന് വന്ന് നിർത്തി അടിക്കുന്നത്.
അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോൾ ബാറുകാർ പറയുകയാണ് അതിന് മുമ്പ് ഒരു സംഘർഷ പരിധി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതേപോലൊരു ഫൂട്ടേജ് അവർക്ക് നമ്മളെ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് നമ്മൾ മനസ്സിലാക്കി തരാമല്ലോ. അല്ലെങ്കിൽ ആ പോലീസുകാർക്ക് ഇപ്പോൾ അവരുടെ നിരപരാധിത്വം തെളിയിക്കാമല്ലോ. അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളവിടെ എത്തിപ്പെട്ടതെന്നുള്ളത്. അവരെന്തുകൊണ്ട് അതിന് മുതിരുന്നില്ല? ഇതേപോലൊരു ഫുട്ടേജ് തൊട്ട് മുമ്പോ അത് പിന്നീടോ അതിന് മുമ്പോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കത് ഇതിന് ഇതേപോലൊരു ഫുട്ടേജ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. എന്തുകൊണ്ടാണ് ഇവർ അതിന് തയ്യാറാകാത്തത്? ഇതിപ്പോൾ ഇങ്ങനൊരു ഫുട്ടേജ് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഏത് വിധേനയും വളച്ചൊടിച്ചേനെ അവർ. ഈ കേസിൽ ഞങ്ങൾ കാരണം ഞങ്ങളവിടെ ബാറിൽ വന്ന് ബഹളം ഉണ്ടാക്കിയെന്ന് വരെ പറയും. അത് രാവിലെ ഒരു 11 മണി വരെ അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം അവിടെ സംഘർഷാവസ്ഥ ഉണ്ടാക്കാനായിട്ട് വന്നതുകൊണ്ടാണ് ഞങ്ങളുടെ പേരിലേക്ക് അങ്ങ് മാറ്റാനായിട്ടാണ് ഇരുന്നത്. അതുകൊണ്ടാണ് ഫുട്ടേജ് എടുക്കണമെന്നുള്ളത് ചാനലുകാർ വന്ന് പറഞ്ഞ് അവരങ്ങനെ എടുത്തതാണ്. നമ്മൾ SP ഒക്കെ കൊടുത്തത് SP ഒക്കെ ഡയറക്റ്റ് വന്നാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. ഈ മർദ്ദനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിപൊട്ടുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിനുശേഷം പോലീസുകാർ എന്തെങ്കിലും സംസാരിക്കുമോ? നിങ്ങൾ ആരാണ്, എവിടെ പോകുന്നവരാണ്, എവിടെ നിന്ന് വന്നവരാണ്, എന്തെങ്കിലും കാര്യം പോലീസ് സംസാരിച്ചോ? അതോ വാഹനത്തിൽ കയറി അങ്ങ് പോയോ? അവരെ നിങ്ങൾ എന്തിനാ തല്ലുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓർഡറ ഇതാണ് അവരുടെ സംസാരം. പിന്നെ സിത്താരേനെയും ശ്രീജിത്തിനെയും തല്ലിയപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇവിടെ പരിപാടി? അവരുടെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ പരിപാടി? അവർക്കെന്താ പരിപാടി? ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് വരുന്ന ആൾക്കാർ നടന്നു വരുന്ന അവർക്കെന്താ പരിപാടി എന്ന് ചോദിക്കാനുള്ള അർഹത ഇവർക്കെന്താ ഉള്ളത്? കാരണം ഇവിടെ മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പൊതുനിരത്തിലൂടെ ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടുത്തെ പോലീസ് ജനങ്ങൾക്ക് രക്ഷയായിട്ടിരിക്കേണ്ട പോലീസാണ് ഇപ്പം നമുക്ക് ഏറ്റവും ഭയമായി തോന്നുന്നതെന്നുള്ള അവസ്ഥയാണ് കേരളത്തിലെ ഇതേപോലുള്ള ആൾക്കാർ, ജിനുവിനെയൊക്കെ പോലുള്ള ആൾക്കാർ സർവീസിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് കഴിഞ്ഞിട്ടിപ്പോൾ സിത്താര നിലത്ത് വീണു, തോളല് ഒക്കെ ഇടിച്ചാണ് വീണത്, പൊട്ടലുണ്ടായി. അപ്പോൾ തന്നെ നിങ്ങൾ വന്ന ആ ട്രാവലറിൽ തന്നെയാണോ ആശുപത്രിയിലേക്ക് പോയത്? അതോ അവിടെ പോലീസുകാർ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹകരിച്ചോ? അതെ, ഇല്ല, പോലീസുകാർ അത് കഴിഞ്ഞ് നേരെ ഫ്രണ്ടോട്ട് അങ്ങ് നടന്നു പോകുമായിരുന്നു. നടന്നു പോയിട്ട് തിരിച്ച് വന്നിട്ട് അവർ ജീപ്പ് എടുത്ത് അങ്ങ് പോയിട്ട് എവിടെയോ ഇട്ട് കറക്കി ഞങ്ങൾ വണ്ടിയെ കയറുന്നതിന്, കാരണം മണ്ണ് പറ്റിക്കിടന്ന് അതെല്ലാം ഞങ്ങൾ വെള്ളം ഒഴിച്ച് തുടച്ച് പിന്നെ വെള്ളമൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഭീതിയായി പോയത് കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ നിന്നാണ്. അവിടെ തൊട്ട് അടുത്ത് നിന്ന ആൾക്കാർ ഉണ്ടായിരുന്നു, നമ്മുടെ ആ പ്രദേശവാസികളായ ആൾക്കാർ. പ്രദേശവാസികളാണ് പറഞ്ഞത്, നിങ്ങൾ അവിടെ വെറുതെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ട, നിങ്ങളിങ്ങോട്ട് നടന്നു വരുന്നത് കണ്ടത്, പിന്നെ എന്തിനാണ്? അവർക്ക് തന്നെ അറിയാൻ പറ്റില്ല, ഞങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റില്ല, അവർക്കും അറിയാൻ പറ്റില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തിനാണ് അടിച്ചത്? അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ 2-3 ചെറുപ്പക്കാർ ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളോട് സഹകരിച്ച് അങ്ങനെയാണ് ഞങ്ങൾ വന്ന ട്രാവലറെ തന്നെയാണ് നേരെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പോൾ ആശുപത്രി ചെന്ന് കഴിഞ്ഞിട്ടോ പോലീസ് ആരെങ്കിലും ബന്ധപ്പെടുവോ മറ്റോ ചെയ്തോ? ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ പോലീസ് വണ്ടി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ട്. കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ഞാൻ അവരെ വിളിക്കുകയും ചെയ്തു. വണ്ടിക്കകത്ത് നിന്ന് ഞാൻ വിളിച്ചു, നിർത്ത് കാര്യം ഞങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതിയിടാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഓർത്തവർ അങ്ങനെ പറയുമ്പോഴെങ്കിലും തിരിച്ചു വരുന്നില്ല. പിന്നെ ആ പരിസരത്ത് അവർ വന്നിട്ടില്ല. ഓക്കെ, ശ്രീ MV സഞ്ജു, നിയമപാലനമാണ് പോലീസിന്റെ ഉത്തരവാദിത്വം. ഇവിടെ നിയമബാഹ്യമായ ഇടപെടൽ പോലീസ് നടത്തി, നിയമലംഘനം നടത്തി. എന്തിന് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ SI ജിനു എന്ന ആളുടെ ഏതെങ്കിലും തരത്തിലുള്ള മനോവൈകല്യം മാത്രമാണോ അത്? അതിനപ്പുറത്ത് ഈ ബാറിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഉടൻ ബാറിന്റെ പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസിയുടെ പണിയെടുത്തു കൊടുക്കുകയാണോ അവിടെ പോലീസ്? ഇവിടെ ജിനു എന്ന് പറയുന്ന SI സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആ സംഭവത്തെ തീർത്തും തള്ളിപ്പറയുകയും അതിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ നിലപാടും. ഇനി ബാറിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ പോലീസിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ബാറിലോട്ട് വന്ന് അന്വേഷിക്കണം. അതിനു വേറെ റോഡിൽ കാണുന്ന നിരപരാധികളായ ആളുകളെ മർദ്ദിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അവിടെ നടന്ന സംഭവം എന്താണ്? ഒരു ട്രാവലറിലാണ് ഇവർ വന്നത്. 20ഓളം വരുന്ന ആളുകളുണ്ട്. അതിൽ ഈ വണ്ടി അവിടെ നിർത്തിയിടാൻ കാരണമെന്ന് പറയുന്നത് ഇതിലൊരാളെ കുമ്പഴ ഭാഗത്തേക്കുള്ള വീട്ടിലേക്ക് പോകേണ്ട ഒരാളാണ്. ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി അവരവിടെ വെയിറ്റ് ചെയ്തതാണ്. അതിൽ 5 ആളുകൾ പുറത്തിറങ്ങി 5 ആളുകളെ ക്രൂരമായി മർദ്ദിച്ച് തറയിലിട്ടിട്ട് ഈ പോലീസ് വണ്ടിയെ കയറി അങ്ങ് പോവുക ചെയ്തത്. ഈ ട്രാവലറിനകത്തിൽ മറ്റ് യാത്രക്കാരില്ലായിരുന്നെങ്കിലോ ആ സമയത്ത് അതിലെ നാട്ടുകാർ വന്നില്ലെങ്കിലോ ഇവരവിടെ റോഡിൽ കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ ആ സമീപനം പോലീസ് കാണിച്ചത് ക്രൂരത തന്നെയാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം.
ഇനി ശ്രീ രാജു പി നായർ ഇതിനോട് കൂട്ടിച്ചേർത്ത് ഈ പിണറായി സർക്കാരിൻ്റെ എല്ലാ കുഴപ്പമാണ് ഇതിനെല്ലാം കാരണമെന്ന് കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. പോലീസിൻ്റെ ഒരു സ്വഭാവമുണ്ട്. പോലീസിൻ്റെ ഈ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് ദീർഘകാലം കേരളത്തിൽ അധികാരത്തിരുന്ന കോൺഗ്രസിൻ്റെ കാലത്ത്, കരുണാകരൻ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത്, ആ കാലത്ത് ജയറാം പടിക്കൽ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ നടത്തിയ ക്രൂരമായ പീഡനങ്ങൾ, ഗരുഡൻ തൂക്കം ഉൾപ്പെടെ ഉരുട്ട് ഉൾപ്പെടെയുള്ള ക്രൂരമായ മർദ്ദന മുറകൾ നടത്തിയ പോലീസാണ്. ആ പോലീസിനെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് ജനമൈത്രി പോലീസാക്കി മാറ്റിയതും ജനങ്ങളുടെ സ്വത്തും ജീവനും ഒക്കെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് മാറ്റം പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും പരിഹാരം കാണുന്ന നിലയിലേക്കുള്ള പോലീസിനെ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഗവൺമെൻറ്. ഇതിനേക്കാൾ ക്രൂരമായ മർദ്ദനവും അതോടൊപ്പം തന്നെ ഒരു ജനാധിപത്യപരമായ നടപടികളോ ഈ കുറ്റം ചെയ്ത പോലീസിനെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് UDF മുൻപ് അധികാരത്തിരുന്ന കാലത്ത് ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇതിനേക്കാൾ മോശം എന്ന ഒരു ശ്രീ രാജു പി നായർ പറഞ്ഞത് അല്ല, രാഷ്ട്രീയമായ ആരോപണങ്ങൾക്ക് താങ്കൾ രാഷ്ട്രീയമായ മറുപടി പറഞ്ഞോളൂ, എനിക്കതിൽ പരാതിയില്ല. പക്ഷേ ശ്രീ സഞ്ജു, താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇയാളൊരു സ്ഥിരം കുഴപ്പക്കാരനാണ്. ഒരു സ്ഥിരം കുഴപ്പക്കാരനായി പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പത്തനംതിട്ടയിലെ ജനങ്ങളെയും അതുവഴി പോകുന്ന ജനങ്ങളെയും ഇതുപോലെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഇയാളൊരു സ്ഥിരം കുഴപ്പക്കാരനാണ്, സ്ഥിരം പ്രശ്നക്കാരനാണ്, ജനങ്ങളുടെ നെഞ്ചത്ത് കയറലാണ് ഇയാളുടെ തൊഴിലെങ്കിൽ എങ്ങനെ അയാൾ ആത്മവിശ്വാസത്തോടുകൂടി വീണ്ടും വീണ്ടും ഈ നിയമലംഘനങ്ങൾ ചെയ്തു എന്നൊരു പ്രശ്നമുണ്ട്. പഴയ ചരിത്രത്തിലേക്കൊക്കെ പോയി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറയാം, അതല്ലല്ലോ ഇപ്പൊ വേണ്ടത്. അല്ല, പറഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗം മറുപടി പറഞ്ഞതേ ഉള്ളൂ. അതല്ലാതെ ഈ പോലീസിനെ നേർവഴിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഇത്തരം ക്രിമിനലുകൾക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്ന ഗവൺമെൻറ് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 108ഓളം വരുന്ന ഇത്തരത്തിലുള്ള പോലീസുകാരെ പിരിച്ചുവിട്ടു. ഏതെങ്കിലും കാലത്ത് കേരളത്തിൽ സർവീസിലിരുന്ന് ഇത്രയധികം പോലീസുകാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടൊരു കാലമുണ്ടോ? ഒരു കാരണവശാലും പോലീസിനുള്ളിലെ ഇത്തരത്തിലുള്ള ക്രിമിനൽ വൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടല്ല കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സംഭവം ഉണ്ടായ കുറ്റക്കാർക്കെതിരെ അതിശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ആക്രമണത്തിനിരയായ കുടുംബത്തിനും ആ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം നീതി ലഭ്യമാകണം. അതുകൂടെ നീതി ലഭ്യമാകുന്ന നിലയിലേക്കുള്ള നടപടി തന്നെയാണ് പോലീസിൻ്റെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ പത്തനംതിട്ടയിലെയും കേരളത്തിലെയും പോലീസിനെയും അങ്ങനെ ആക്ഷേപിച്ച് പോകാൻ കഴിയത്തില്ല ഇത്ര ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പേരിൽ. പത്തനംതിട്ടയിൽ മികച്ച നിലയിലുള്ള പ്രവർത്തനം തന്നെയാണ് ഈ സമീപകാലത്തുണ്ടായ പല കൊലപാതക കേസുകൾ, ഒരു തുമ്പ് പോലും ഇല്ലാത്ത കൊലപാതക കേസുകൾ നിരവധി തെളിയിച്ചിട്ടുള്ള മികച്ച പോലീസ് തന്നെയാണ് പത്തനംതിട്ടയിലുള്ളത്. അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങളിൽ ജനങ്ങൾക്ക് സേവനപരമായ പോലീസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അതിലൊന്നും ആർക്കും തർക്കമില്ല. ഇവിടെ വളരെ സ്പെസിഫിക് ആയി നടന്ന ഒരു സംഭവം എങ്ങനെ അങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് അതിലെ പ്രാഥമികമായ പ്രശ്നം. ഇവിടെ ശ്രീ രാജു പി നായർ, എങ്ങനെ പോലീസിന് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നു എന്നത് കൂടി ഒരു പ്രശ്നമാണ്. ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യതയാണ് പോലീസിനെ സംബന്ധിച്ച്. ആ സംരക്ഷിക്കേണ്ട ആളുകൾ, ജനങ്ങളുടെ ജീവനും സ്വത്തുമൊക്കെ ഉറപ്പ് കൊടുക്കേണ്ട ആളുകൾ ഇത്ര ഭീതിതമായ മട്ടിൽ പെരുമാറുന്നത്, ഇത്ര ഭീകരമായ നിലയിൽ പെരുമാറുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനോ യോജിക്കാനോ കഴിയുന്ന കാര്യമല്ല. ഇവിടെ ആദ്യം എടുത്തിട്ടുള്ള നടപടി സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങളാണ്. കൃത്യമായ ശിക്ഷ, കൃത്യമായ വകുപ്പുകളിട്ട് കേസെടുത്ത് വിചാരണ നടന്ന് ശിക്ഷ എന്നുള്ള നിലയിലേക്ക് പോവാതെ ഇത്തരം പ്രശ്നങ്ങൾ അവസാനിക്കുമോ? ഒരിക്കലും ഇല്ല അഭിലാഷേ. ഒന്ന്, ബഹുമാനപ്പെട്ട എൻ്റെ CPM പ്രതിനിധി പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുള്ളത്, പോലീസ് തെറ്റുകൾ കാണിക്കുമ്പോൾ പോലീസ് ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധവും അല്ലെങ്കിൽ പോലീസിൻ്റെ മൊറാലിറ്റിക്ക് തന്നെ ചേരാത്ത രീതിയിലുള്ള നടപടിയെടുക്കുമ്പോൾ ആ വകുപ്പിൻ്റെ മേധാവിയെയും അത് ഭരിക്കുന്ന പാർട്ടിയെയും കുറ്റപ്പെടുത്തുക എന്നുള്ളതും ചോദ്യം ചെയ്യുക എന്നുള്ളതും ജനാധിപത്യപരമായിട്ടുള്ളതാണ്. പോലീസിന് പല പ്രശ്നങ്ങളുണ്ട് അഭിലാഷേ. കഴിഞ്ഞ കാലത്ത് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എത്ര പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു എന്ന് നിങ്ങളൊരു കണക്കെടുത്ത് നോക്കൂ. ഉണ്ടല്ലോ കണക്ക്, അതെടുത്തൊന്ന് നോക്കൂ. പോലീസ് അനുഭവിക്കുന്ന സമ്മർദ്ദം വളരെ വലുതാണ്. ഇവിടെ ശ്രീ ജയേന്ദ്രൻ സൂചിപ്പിക്കേണ്ട SHO ഒരു പോലീസിൻ്റെ അതോറിറ്റിയിലേക്ക് മാത്രം വരുത്തി വലിയ കൺഫ്യൂഷനാണ്. നേരത്തെ അവിടുത്തെ SI എടുത്തിരുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ SIക്ക് തീരുമാനം എടുക്കാൻ കഴിയാത്ത സാഹചര്യം. അതിന് മേലെ SHO നിൽക്കണം. ഒരൊറ്റ പോലീസ് സ്റ്റേഷൻ്റെ ഭരണത്തിന് വേണ്ടിയിട്ടാണ്. SIയും SHOയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് പല പോലീസ് സ്റ്റേഷനുകളിലും നടക്കുന്നത്. അങ്ങനത്തെ പ്രശ്നം, പോലീസിനുണ്ടാകുന്ന മാനസികമായ സമ്മർദ്ദമുള്ള വിഷയം, ഇതെല്ലാം കാരണമായിരിക്കും. അങ്ങനെ നിൽക്കുകയാണ്. അത് എല്ലാം ഇതിനകത്ത് പ്രതിഫലിക്കും. ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാർ മുതൽ ഇങ്ങോട്ടേക്കുള്ളത് എല്ലാം വരും. പിന്നെ CPM പറഞ്ഞ കാര്യം,
ഇപ്പോൾ എന്താ പറയുന്നത്, പിണറായി വിജയൻ പോലീസ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും എല്ലാം പരിരക്ഷ കൊടുക്കുന്നവരാണ്. നമ്മൾ കണ്ടല്ലോ പറവൂര് ഒരു കുറ്റവാളി നിരന്തരമായിട്ട് മയക്കുമരുന്ന് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരു കുറ്റവാളി ഞങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ ചെന്ന് സമീപിച്ചതിന് ശേഷം എന്തു ചെയ്തു? ആ കുറ്റവാളിയല്ലേ 3 പേരെ വെട്ടിക്കൊന്നത്, തലക്കടിച്ചു കൊന്നത്? എന്തു ചെയ്തു പോലീസ്? ഈ കുറ്റവാളിയെ കൃത്യമായിട്ട് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞ് പോലീസിനെടുത്തല്ലോ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ നോർത്ത് പറവൂരിലെ പോലീസ് സ്റ്റേഷന് പറ്റിയോ? നെന്മാറയിൽ ജനങ്ങൾ കൂട്ടപ്പരാതി കൊടുത്തു. നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരു മനുഷ്യനെതിരെ, അതും കൊലപാതക കുറ്റം കഴിഞ്ഞ് പരോളിലിറങ്ങിയ മനുഷ്യനെതിരെ മാസ് പെറ്റീഷൻ കൊടുക്കുകയാണ്. ആ കൊലപാതകത്തിന് നേരത്തെ ബന്ധുക്കളെ നഷ്ടപ്പെട്ട ആ കുട്ടി ഉൾപ്പെടെയുള്ളവർ ചെന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഇയാൾ മൂലം ഉണ്ടാകുന്നു എന്ന് പറയുകയാണ്. അയാളെ നിങ്ങൾ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്തത് കൊണ്ടാണോ ആ 2 പേര് അവിടെ മരണപ്പെടേണ്ടി വന്നത്? 10 ദിവസത്തെ ഇടവേളയ്ക്കുള്ളിൽ ഈ 2 സംഭവം ഉണ്ടായിട്ടും പറവൂരിൽ നിന്ന് നടന്നത് സംബന്ധിച്ച് പോലീസ് പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഈ പോലീസിന്റെ കഴിവുകേട് മറ്റെന്തെങ്കിലും കാണണോ? പിന്നെ നോക്കൂ, കൂത്താട്ടുകുളം ഒരു സ്ത്രീയെ പൊതുവഴിയിലിട്ട് മാനഭംഗപ്പെടുത്തുന്ന രീതിയിൽ വസ്ത്രാക്ഷേപം നടത്തി അവർക്ക് തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. പോലീസിന്റെ റിപ്പോർട്ട് വന്നല്ലോ, ആ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന്. ഒരു സ്ത്രീയെ, അതും ജനപ്രതിനിധിയായിട്ടൊരു സ്ത്രീയെ പട്ടാപ്പകൽ പൊതു മധ്യത്തിലിട്ട് എന്താ പറയുക വസ്ത്രാക്ഷേപം നടത്തുകയും അധിക്ഷേപം നടത്തുകയും ചെയ്തിട്ട് നോക്കിക്കൊണ്ടു നിന്ന അതിന് സാഹചര്യം ഉണ്ടായിക്കൊടുത്ത പോലീസിനെ എന്ത് നടപടിയെടുത്തു? എന്ത് നടപടിയാ ഈ പറയുന്ന നെന്മാറയിലെ പോലീസ് എടുത്തത്? എന്ത് നടപടിയാ പറവൂര് പോലീസ് എടുത്തത്? കിളിക്കൊല്ലൂരുണ്ടായ സംഭവത്തിൽ എന്ത് നടപടിയെടുത്തു? വിനായകനെ കൊന്ന വിഷയത്തിൽ എന്ത് നടപടിയെടുത്ു? മോഫിയ പർവീനെ എഴുതി വെച്ചതിന് ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ടോ? എന്ത് നടപടിയെടുത്തു? ഇവരെല്ലാം ഈ പോലീസ് സേനയിലല്ലേ? എന്നിട്ട് ബഹുമാനപ്പെട്ട CPMന്റെ പദ്ധതിക്ക് ആ CPMന്റെ നേതൃത്വ മന്ത്രിയെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തുമ്പോൾ പൊള്ളിയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഇതിന് മറുപടി പറ. നിങ്ങളുടെ തൊട്ടപ്പുറത്തല്ലേ 2 ദിവസം മുമ്പ് ഒരു ഗുണ്ട പോലീസിനെ ചവിട്ടി വീഴ്ത്തി കൊന്നു കളഞ്ഞത്? എന്ത് നടപടിയുണ്ട്? കോട്ടയത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പോലീസുകാര് സാക്ഷി നിൽക്കെ കഞ്ചാവ് കച്ചവടം നടത്തുന്ന ഗുണ്ടാ സംഘങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, കേക്ക് കട്ട് ചെയ്യുന്ന ഗുണ്ടാ സംഘങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. എവിടെയാ പോലീസിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി? എന്ത് നടപടിയെടുത്തു? ഒന്നും ചെയ്തിട്ടില്ല. വെറും വാഴയെ പോലെ ഒരു മന്ത്രി ഇരുന്നാൽ ഇതല്ല ഇതിനപ്പുറം നടക്കും. ഇന്നത്തെ പോലീസിനെ ഭരിക്കുന്നത് മുഴുവൻ CPMന്റെ ഏരിയ സെക്രട്ടറിമാരാണ്. ഇന്ന് പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത്, പോലീസിന്റെ ജില്ലാ നേതൃത്വത്തെ ഭരിക്കുന്നത് ജില്ലാ കമ്മിറ്റികളാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുകയാണ്. P. ശശി എന്ന് പറയുന്ന ഒരു ഉപജാപക സംഘത്തിന്റെ നേതാവ് കട്ടായി പോയി കേട്ടോ. ശരി, അങ്ങയിലേക്ക് വരാം. ഇവിടെ ശ്രീ ജയചന്ദ്രൻ ഉന്നയിക്കുന്ന ആരോപണം സർക്കാരിനെതിരെയാണ്. അത് ഈ വിഷയത്തിൽ സർക്കാർ നേരിട്ട് ഉത്തരവാദിയാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് സിസ്റ്റം ലൂസാണ്. പോലീസ് ഉദ്യോഗസ്ഥർ നിയന്ത്രണമില്ലാതെ പെരുമാറുന്നു. ആ ഉദ്യോഗസ്ഥന്റെ പേഴ്സണൽ ഫ്രസ്ട്രേഷൻ എന്ന നിലയിൽ മാത്രം നമുക്ക് ഒരൊറ്റപ്പെട്ട സംഭവമായി ഇതിനെ കാണാൻ കഴിയുമോ? സിസ്റ്റം ലൂസ് ആവുമ്പോൾ കണ്ണികൾ ഇതുപോലെ വയലൻ്റായി പെരുമാറി എന്നിരിക്കും. അതിനെ കൃത്യമായി നിയന്ത്രിക്കാനും നല്ലൊരു ഫോഴ്സാക്കി മാറ്റാനും എവിടെയാണ് കഴിയാതെ പോകുന്നത്? പോലീസുകാരുടെ ഭാഗത്തു നിന്ന് കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മനോവീര്യത്തിന്റെ പേരിൽ ലഘൂകരിക്കുകയോ ന്യായീകരിക്കുകയോ സംരക്ഷിക്കുകയോ പൊതിഞ്ഞു വെക്കുകയോ ചെയ്യുമ്പോഴാണല്ലോ പേടിയില്ലാതെ വരുന്നത്, എന്തും ചെയ്യാം എന്ന ഒരു മനോനില പോലീസുകാർക്ക് വരുന്നത്. അഭിലാഷ് എന്നോടായിരുന്നു ചോദ്യത്തിന്റെ ആദ്യ ഭാഗം ഞാൻ കേട്ടില്ല, ഒന്ന് പറയുമോ? ഞാൻ ചോദിച്ചത് സിസ്റ്റം ലൂസ് ആവുന്നത് കൊണ്ടാണല്ലോ പോലീസുകാർ ഇങ്ങനെ അവർക്ക് തോന്നിയത് മട്ടിൽ പെരുമാറുന്നത്. അത് അവരുടെ പേഴ്സണൽ ഫ്രസ്ട്രേഷൻ എന്നുള്ളതിനേക്കാൾ അയഞ്ഞുപോയി, കൺട്രോൾ ഇല്ല എന്നുള്ളതിന്റെ സൂചനയായി കാണേണ്ടതില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒരു കാരണവശാലും അങ്ങനെ കാണേണ്ടതില്ല. അങ്ങനെ ഒരു പോലീസ് ഫോഴ്സ് അല്ല കേരളത്തിലുള്ളത് എന്ന് ഏറ്റവും കടുത്ത വിമർശകർ പോലും സമ്മതിക്കും. പോലീസ് ഫോഴ്സിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസിപ്ലിനിൽ തന്നെയാണ് കേരളത്തിലെ പോലീസിങ് നടക്കുന്നത്. പക്ഷേ പ്രശ്നങ്ങളില്ല എന്നാർക്കും പറയാൻ കഴിയില്ല. ഇപ്പോൾ രാജു പി നായർ പറഞ്ഞ ഒട്ടേറെ സംഭവങ്ങളുണ്ട്. പല ഇടങ്ങളിലായിട്ടാണെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറയാമെങ്കിലും അതൊക്കെ വിഷയങ്ങളാണ്. പോലീസിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്, ജനങ്ങൾ നേരിട്ട് ബാധിച്ചിട്ടുള്ള ഇഷ്യൂസുമാണ്. അത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിലയിടത്തൊക്കെ ആ പ്രൊഫഷണൽ രീതിയുടെ ഒരു കുറവ് നമുക്ക് പ്രകടമായി വരുന്ന ചില കേസുകൾ ഇല്ലാതെ വരുന്നുമില്ല. ഉദാഹരണത്തിന് ഏറ്റവും ഒടുവിൽ പ്രൊഫഷണൽ സമീപനം ഇല്ലാത്തതിൻ്റെ വലിയൊരു ഉദാഹരണം കണ്ടത് ചെന്താമര ഇഷ്യൂവിലാണ്, ചെന്താമര കേസിലാണ്, പോത്തുണ്ടിയിലെ.
അവിടെ അയാളെ അങ്ങനെ ഇയാളൊരു സൈക്കിക് കില്ലറാണ് എന്നുള്ള നിലയിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നതിന് പകരം അത് വേറൊരു തരത്തിലാണ് അയാളെ ട്രീറ്റ് ചെയ്തത്. പോലീസിങ്ങിൻ്റെ ഭാഗത്തുണ്ടായത് അങ്ങനെ, പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പോലീസിങ് അങ്ങനെയാണ് ഉണ്ടായത്. അത് പിന്നെ ഗുരുതരമായ പിഴവാണെന്ന് ചോദിച്ചാൽ അതിനുള്ള അത്തരത്തിലുള്ള വിഷയങ്ങളിൽ പ്രത്യേക ട്രെയിനിങ് ആവശ്യമായ വിധം അപ്ഡേഷൻസ് നടക്കുന്നുണ്ടോ പോലീസിൽ, തർക്ക പ്രശ്നമാണ്. അത് പിന്നെ പോലീസിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വാഭാവികവും നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നിയമസഭയിൽ വരുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും പിന്നീട് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുമ്പോഴും ഒക്കെ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർത്ത് തന്നെയാണ് നിയമങ്ങൾ ഉണ്ടാകാറുള്ളത്. എക്കാലത്തും ഏത് മുന്നണി ഭരിച്ചാലും അതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കൊണ്ടും കൊടുത്തും തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഇതിവിടെ പ്രശ്നം അതല്ല അഭിലാഷ്. അതിനെ നമ്മൾ കേരളത്തിലെ പോലീസ് മൊത്തം കുത്തഴിഞ്ഞ് കിടക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ജനറലൈസേഷന് യാതൊരു പ്രസക്തിയുമില്ല. അതേസമയം ചില ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് അംഗീകരിക്കുകയും വേണം. ഉദാഹരണത്തിന് ഒരു പോലീസ് സ്റ്റേഷനിൽ വേണ്ടത് 25 പേരാണെന്നാണ് വെയ്പ്പ്, അതാണ് കണക്ക്. പക്ഷേ നോക്കൂ, ഒരു പോലീസ് സ്റ്റേഷനിൽ 15 പേരിൽ കൂടുതൽ ഇൻഎഫക്റ്റ് കിട്ടുന്നില്ല, ഒരു സ്റ്റേഷനിലും കിട്ടുന്നില്ല. ബാക്കിയുള്ളവർ ഡിവൈഎസ്പിയുടെ ഡ്യൂട്ടിയിലുണ്ടാവാം, ലീവിലുണ്ടാവാം, മറ്റെവിടെങ്കിലും ചാർജിൽ പോയിട്ടുണ്ടാവാം, സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഉള്ളവരുണ്ടാവാം. അങ്ങനെ പല പല ഇനങ്ങളിലായിട്ട് ഈ 15 പേര് ഒരു പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്നുള്ളൂ. അത് പിന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴല്ല, കുറേ നാളായിട്ട് ആ പ്രശ്നമുണ്ട്. ഇപ്പോൾ പിന്നെ രാജു പി നായർ പറഞ്ഞ പോലീസുകാരുടെ ആത്മഹത്യ, ഇത്തരം സ്ട്രെസ്സിൻ്റെ പേരിൽ തന്നെയാണ് പല ആത്മഹത്യകളും ഉണ്ടാവുന്നത്. അത് പിന്നെ ഞാൻ ചില റിട്ടയർ ചെയ്ത ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, ഈ രംഗത്ത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ സംസാരിച്ചിട്ടുള്ള കാര്യം, ഇപ്പോഴല്ല കഴിഞ്ഞ വർഷം 2024, അപ്പോൾ അവരിത് തന്നെയാണ് പറഞ്ഞത്. അത് അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നം തന്നെയാണ് ഈ പോലീസിലുള്ള പിന്നെ അധിക ജോലി, അധിക ഭാരം, സ്ട്രെസ് എന്നുള്ളത്. അത് ചെറിയ കാര്യമല്ല. രണ്ടാമത്തെ പ്രശ്നമാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞ ഈ SHOയുടെ പ്രശ്നം. അത് പിന്നെ ഈ അധികാര ശ്രേണിയുടെ തർക്കം എന്നുള്ളത് ഒരു ഭാഗത്തുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് താങ്കളുടെ താൻപോരിമ എങ്ങനെയാണ് തെളിയിക്കാൻ പറ്റുക എന്നുള്ള വെപ്രാളത്തിൽ നിൽക്കുന്ന രണ്ട് വിഭിന്ന ധ്രുവങ്ങളായിട്ട് SIയും CIയും മാറുന്നുണ്ട്. ഒന്ന്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുതിയ SIമാരെ ഈ SHOമാരാക്കുമ്പോൾ, ഇതിൻ്റെ സ്റ്റേഷൻ ചുമതലക്കാരാക്കുമ്പോൾ ആദ്യമായിട്ട് ഈ ചാർജിലേക്ക് വരുന്ന SIമാർക്ക് നമുക്കറിയാമല്ലോ, സാധാരണഗതിയിൽ അവർ ഒരു വലിയൊരു മൂല്യബോധത്തോടെയാണ് ചെറുപ്പക്കാർ ആദ്യം പോസ്റ്റിലേക്ക് വരുന്നത്. അതിൻ്റേതായ ഒരു ആർജവവും നട്ടലും മൂല്യബോധവും ഒക്കെ അവരുടെ എല്ലാ നടപടികളിലും ഉണ്ടാവും. അങ്ങനെയല്ല ഒരു CI SHO ആയി വരുമ്പോൾ ഉണ്ടാകുന്നത്. അദ്ദേഹം കുറച്ച് സർവീസ് എത്തിയതിന് ശേഷമാണ് ആ പോസ്റ്റിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് ഇരുത്തം വന്ന ഒരു പിന്നെ പോലീസ് ഓഫീസറാണ്. ആ ഒരു SI, പുതുതായിട്ട് വരുന്ന SIയുടെ അത്രയും അഗ്രസീവായിട്ടോ ആക്റ്റീവായിട്ടോ നിൽക്കേണ്ട ആവശ്യമില്ല അത്രക്കാർക്ക്. അതൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്, ഈ കഴിഞ്ഞ 4-5 വർഷത്തിനിടയിൽ കാണുന്നുണ്ട്. അതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടണം, ആവശ്യമായ കറക്ഷൻസ് ഉണ്ടാവണം എന്നത് തന്നെയാണ് പ്രശ്നം. അല്ലാതെ പോലീസ് അടിമുടി രാഷ്ട്രീയവൽക്കരിക്കുന്നു, പിന്നെ ഭരണം എന്താണ് രാജു പി നായർ പറഞ്ഞതുപോലെ പോലീസ് ഭരണം വാഴപ്പിണ്ടിയോ വാഴ പോലെയാണ്, അതൊന്നുമല്ല. പോലീസിന് കൃത്യമായ ദിശാബോധത്തോടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പോലീസ് ഏതെങ്കിലും രാഷ്ട്രീയ യജമാന്റെ കീഴിലുമല്ല. ശരി, ഓക്കെ. ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ കുറ്റാന്വേഷണം, ലോ ആൻഡ് ഓർഡർ പാലനം, ഇതൊക്കെ ട്രെയിനിങ്ങിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ ട്രെയിനിങ് കൊടുക്കാവുന്നതാണ്, പ്രൊഫഷണലായി ട്രെയിൻ ചെയ്യാവുന്നതാണ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ മനുഷ്യത്വവും മനുഷ്യാവകാശ ബോധവും ഒക്കെ സ്വമേധയാ ഉണ്ടാവേണ്ട ഒരു കാര്യമല്ലേ? അത് ട്രെയിൻ ചെയ്യിക്കേണ്ട കാര്യമല്ലല്ലോ. നിരായുധരായ, നിഷ്കളങ്കരായ, വെറും സാധാരണക്കാരായ, തിരിച്ചൊന്നും ചെയ്യാത്ത മനുഷ്യന്മാരുടെ മുകളിൽ കുതിര കയറലല്ല പോലീസ് എന്നുള്ളത് ഏത് മനുഷ്യനും വേണ്ട പ്രാഥമികമായ ബോധമല്ലേ? തീർച്ചയായിട്ടും അത് നമ്മുടെ പോലീസ് ആക്ട് ആയാലും പോലീസ് മാനുവൽ ആയാലും അതിനകത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും അനുസരിച്ചാണല്ലോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നത്. IPCയും അല്ലെങ്കിൽ നമ്മളെ BNSഉം BNSSഉം ഒക്കെ കേസന്വേഷണത്തിന് നടപടിക്രമമോ അല്ലെങ്കിൽ പോലീസിൻ്റെ അതേമാതിരിയുള്ള ലോ ആൻഡ് ഓർഡർ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നിർദ്ദേശം കൊടുക്കുക. പക്ഷേ നടപടികൾ സാധാരണ സ്വീകരിക്കുന്നത് നമ്മൾ പോലീസ് മാനുവൽ പ്രകാരം, പോലീസ് ആക്ട് പ്രകാരമാണ്. അപ്പോൾ അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിനും മനുഷ്യാവകാശമാണ് പ്രധാന കാര്യം. അതുപോലെ തന്നെ പൗരൻ്റെ അവകാശങ്ങളെ സംരക്ഷിച്ചിട്ട് വേണം ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ അവരുടെ പെരുമാറേണ്ടത് എങ്ങനെയാണ്, എങ്ങനെ സംബോധന ചെയ്യണം, ഭാഷ എങ്ങനെ ഉപയോഗിക്കണം,
അതുപോലെ തന്നെ ഒരു പ്രശ്നം ഒരു പരാതി അവർ വന്നു കഴിഞ്ഞാൽ എന്താണ് അതൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒരു പരാതിക്കാരൻ പോലീസ് ഉദ്യോഗസ്ഥനെ സമീപിച്ചു കഴിഞ്ഞാൽ ആ പരാതി തനിക്കാണ് ഉണ്ടായതെങ്കിൽ താൻ ഏത് രീതിയിലായിരിക്കും പോലീസിൽ ചെന്ന് പറയേണ്ടതെന്നും അതുപോലെ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഏത് രീതിയിൽ തന്നോട് പ്രതികരിക്കണമെന്നും സമ്മതിക്കണമെന്നുള്ള അതേ രീതിയിലുള്ള പ്രതികരണം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഭാഷ ഉപയോഗിക്കുമ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന ഭാഷ ഈ പോലീസിനെ സമീപിക്കുന്ന വ്യക്തികൾ തിരിച്ചുപയോഗിച്ചാൽ അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള പകയോ വിദ്വേഷമോ ദേഷ്യമോ ഇതൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതൊന്നും നിയമത്തിലില്ലാത്തതുകൊണ്ടല്ല, കൃത്യമായിട്ട് ഇതിനകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറേ ആളുകൾ ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ചെയ്യുന്നില്ല എന്ന ആളുകളെ നിയന്ത്രിക്കാൻ ഇവിടെ കഴിയുന്നില്ല എന്നാണ് പ്രശ്നം. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം മേൽക്കീഴ് ബന്ധമുള്ള ആ ഹയറാർക്കിക്ക് അപ്പുറത്തേക്ക് മാറി നിയന്ത്രണങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ട് അവരെ സംബന്ധിച്ച് സംരക്ഷിക്കാൻ ഈ ഫോഴ്സിന് അപ്പുറത്ത് ചില സംവിധാനങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ മേലുദ്യോഗസ്ഥന്മാരുടെ പണിയെടുക്കുന്നതിനുള്ള വൈമനസ്യം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഉത്തരവാദിത്വം ഒഴിഞ്ഞിട്ട് ആരുടെയെങ്കിലും തലയിൽ വെച്ച് കൊടുക്കുക, അതല്ലല്ലോ വേണ്ടേ. ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് പണ്ടൊരു തെറ്റുണ്ട് പരാതി തന്നതിന് ശേഷമേ നടപടിയെടുക്കാമെന്ന് പോലീസിൽ എവിടെ പറഞ്ഞിട്ടില്ല. പോലീസിൽ അതായത് നിയന്ത്രിക്കുന്ന കൺട്രോളിംഗ് ഓഫീസർക്ക് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഏത് രീതിയിലുള്ള വീഴ്ചയുണ്ടെങ്കിലും ശരി അദ്ദേഹത്തിന് നേരിട്ട് സുഖമോട്ടമായിട്ട് നേരിട്ട് നടപടികൾ സ്വീകരിച്ച് ഈ ഉദ്യോഗസ്ഥനെ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യലേ അത് മേലുദ്യോഗസ്ഥൻ്റെ വീഴ്ചയാണ്. അപ്പോൾ ഈ സബ് ഇൻസ്പെക്ടർ നേരത്തെ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കറക്റ്റ് ചെയ്യാനുള്ള ഉത്തരം ആ CIക്കും അവിടുത്തെ DYSPക്കും അവിടുത്തെ SP-ക്കും ഉണ്ട്. അവർ ചെയ്തില്ല എന്നുള്ള വീഴ്ചയല്ലേ, ആ വീഴ്ച കാരണമാണ് ഇവിടെ ഈ വീണ്ടും ആവർത്തിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ അത് ചെയ്യുമോ? ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് പരാതി വരണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പരാതി വരേണ്ട ആവശ്യമില്ല. പരാതി വരാതെ തന്നെ ഇതൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഇത് ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യും? പിന്നെ ഒരു സസ്പെൻഷൻ വരും, അത് കഴിഞ്ഞാൽ റീഇൻസ്റ്റേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു എൻക്വയറി വരും, ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറിയാണ്. അത് നടത്തുന്ന ആരാണ്? ഇതേ പോലീസ് ഇതിലെ മേലുദ്യോഗസ്ഥന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അവരെ സ്വാധീനിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അവസാനം ഇതിൻ്റെ അന്തിമ ഫലം എന്താണെന്ന് ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? ഈ പല സസ്പെൻഷനുണ്ടായല്ലോ, ആ അന്തിമ ഫലമൊക്കെ ശൂന്നായി പോകും. അതുകൊണ്ടാണിത്. കാരണം എന്ത് വൃത്തികേടുകൾ ചെയ്തു കഴിഞ്ഞാലും അക്കൗണ്ടബിലിറ്റി ഇല്ല, ആൻസറബിൾ അല്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പലപ്പോഴും ഇത് മാറ്റപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് പോലീസിലെ ഇതേമാതിരി കെടുകാര്യസ്ഥത വളരാനുള്ള കാരണം. അതിന് വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ പോലീസ് ഫോഴ്സ് ഒരു ഡിസിപ്ലിനറി ഫോഴ്സാണ്. പിടിച്ചെടുത്ത് നിർത്താൻ പറ്റും. പക്ഷേ എന്താണ് ആ പിടിക്കാനുള്ള ആ മേലുദ്യോഗസ്ഥന്മാരുടെ കഴിവും അതിൽ നിയന്ത്രണങ്ങളില്ലാതെ അവർക്ക് ആ കാര്യം ചെയ്യാനും അവർ ചെയ്തില്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാനും കഴിയണം. അതിവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ പ്രശ്നങ്ങൾ മുഴുവനായിട്ട് ഞാൻ പറയുന്നത് ഈ ഒറ്റ വീഴ്ചയാണ് പ്രധാനമായിട്ടുള്ളത്. തെറ്റ് ചെയ്തവനെ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. അതിന് അന്ത്യം വരെ അത് വളരെ കർശനമായ രീതിയിൽ പിന്തുടർന്നാൽ മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നന്നാവുള്ളൂ. അത് ബാക്കിയുള്ള ആളുകൾ കാണുമ്പോൾ അവർക്കൊരു അതൊരു ഒരു ബോധ്യമാവണം. അതുപോലെ തന്നെ ഒരു ഭയവും ഉണ്ടാക്കണം. ആ ഒരു സംവിധാനമാണ് ഈ പോലീസ് നേരിൻ വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് അമാന്തം സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. യെസ്, ദൃഢകൃത്യേ മൃദുഭാവേ എന്നൊക്കെയാണ് പോലീസിനെ കുറിച്ച് കേരള പോലീസിന്റെ മോട്ടോ. ഇവിടെ പക്ഷേ മൃദുഭാവം നമ്മൾ എന്താണ് എന്ന് കണ്ടതാണ്. ഇവിടെ ശ്രീ ഷിജിൻ, നടപടി ഉണ്ടായിട്ടുണ്ട്. നടപടി എന്നുള്ളത് സസ്പെൻഷനാണ്. ഇവിടെ ശ്രീ സുഭാഷ് ബാബു പറഞ്ഞതുപോലെ സസ്പെൻഷൻ എപ്പോഴാണ് അവസാനിക്കുന്നത് എന്ന് നമ്മൾ അത് ഫോളോ ചെയ്തെങ്കിൽ മനസ്സിലാവുക പോലുമില്ല. ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിക്കൊക്കെ അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്, അത് അതിൻ്റെ വഴിക്ക് പോവുകയും ചെയ്യും. ഈ കാര്യത്തിൽ നീതി വേണം എന്നുണ്ടെങ്കിൽ നിരപരാധികളായ മനുഷ്യരെ മൃഗീയമായി മർദ്ദിച്ചതിൽ ക്രിമിനൽ കേസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പിറകിൽ നിൽക്കേണ്ടി വരും. സസ്പെൻഷൻ പോരാ, വകുപ്പ് തല നടപടി പോരാ, ക്രിമിനൽ ആക്ഷൻ നേരിടണം ഈ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ നിയമ പോരാട്ടത്തിന് നിങ്ങൾ സന്നദ്ധമാവുമോ? അതെ, ഞങ്ങളിപ്പോൾ ആ നിയമ പോരാട്ടത്തിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ മുൻകൈ എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരെ പോയി ഞങ്ങൾ ആ നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. കാരണം ഇപ്പോൾ വകുപ്പ് തലത്തിലുള്ള എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫോളോ അപ്പ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ 6-7 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ സസ്പെൻഷൻ കൊടുത്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥരെ പുറത്ത് മാറ്റി നിർത്തും. അതിനുശേഷം അവരതിനെക്കാട്ടി ശക്തിയോടെ തന്നെ തിരിച്ച് സർവീസിലേക്ക് വരുന്നു. സർവീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഇനിയും കാണിച്ചിട്ട് കൂട്ടുന്നത് ഇത്തരത്തിലുള്ള കാട്ടായങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അത് ഒഴിവാക്കി ഇവർക്ക് വേണ്ട, അതായത് ഈ സർവീസിൽ നിന്ന് തന്നെ ഇവരെ പോലെയുള്ളവരെ മാറ്റിക്കൊണ്ട് കോടതി ഇവർക്ക് ഇപ്പം ശ്രീജിത്തിനെ തല്ലിയെന്ന് പറഞ്ഞാൽ തലയ്ക്കാണ് അടിച്ചിരിക്കുന്നത്.
തലക്കടിക്കുക എന്ന് പറയുമ്പോൾ കൊലപാതക ശ്രമത്തിൻ്റെ രീതിയിലാണ് നമ്മുടെ തല ഇഞ്ചുറി വരുന്നതെന്ന് പറഞ്ഞാൽ കൊലപാതക ശ്രമമാണ്. അപ്പം നമ്മൾ വകുപ്പ് എഴുതുമ്പോൾ ആ രീതിയിൽ ആ ക്രിമിനൽ മൈൻഡ് വന്നത്, തലക്കടിക്കാനുള്ള മൈൻഡ് വന്നത്, അത് നമ്മൾ ആ രീതിയിലാണ് നമ്മളത് നിയമം നമ്മൾ എഴുതി കേസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ഇനി ഇങ്ങനൊരു സംഭവം ഇവരുടെ ഒരു പോലീസുകാരുടെ ഇതൊന്നും ആർക്കും ഉണ്ടാകരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഓരോ പോലീസ് അതിക്രമത്തിലും നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. ഷിജിൻ, ഈ സംഭവത്തിന് ശേഷം ഇന്ന് പകൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ SP-യോ DIG-യോ മറ്റാരെങ്കിലുമോ സംസാരിക്കുകയുണ്ടായോ നിങ്ങളോട്? SP ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ ഹോസ്പിറ്റലിലൊക്കെ വന്ന് അവർ സംസാരിച്ച്. അപ്പോൾ അത് സംസാരിച്ച് വരെ അത് ആ ഒരു ഉച്ച സമയം വരെ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതായിരുന്നു. അതിനുശേഷം ശക്തമായ സമരം ഉണ്ടായതിന് ശേഷമാണ് ബാക്കിയുള്ളവർക്ക് സസ്പെൻഷനും അവർക്ക് ഈ സസ്പെൻഷൻ ഓർഡർ വന്നിരിക്കുന്നത്. ഇനി ആ സസ്പെൻഷൻ ഓർഡർ എപ്പോൾ വേണേലും അവർക്ക് മാറ്റാം. വൈകുന്നേരം അത് കഴിഞ്ഞാണ് ഈ സസ്പെൻഷൻ ഓർഡറൊക്കെ വരുന്നത്. അതെ അതെ. അല്ല, നിങ്ങളോട് സംസാരിച്ചപ്പോൾ എന്തെങ്കിലും ഉറപ്പ് നിങ്ങളെ സംബന്ധിച്ച്? നിങ്ങളവിടെ അടിയേറ്റ, അനീതി നേരിട്ട ആളുകളാണ്, ഒരു കാരണവുമില്ലാതെ അനീതി നേരിട്ട ആളുകളാണ്. അപ്പം നിങ്ങളോട്, ഫോഴ്സാണ് അതിന് ഉത്തരവാദിയും, നിങ്ങളോട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് അഷുറൻസ് ആണ് നൽകിയിട്ടുള്ളത്? അവർ പറഞ്ഞിരിക്കുന്നത് വകുപ്പ് തലത്തിലുള്ള എല്ലാ ഇതും നിങ്ങൾക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എല്ലാ നിയമസഹായങ്ങളും തരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തായാലും എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇവിടെ ശ്രീ MV സഞ്ജു, ഇപ്പോൾ പൊതുപ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഇടപെടാവുന്നതാണ്, നിയന്ത്രിക്കാൻ പാടില്ല. അതിനപ്പുറത്ത് ജനങ്ങളുടെ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിലാവട്ടെ, ഓഫീസുകളിലാവട്ടെ, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയാലും CPM-ൻ്റെ ഏരിയ സെക്രട്ടറി ആയാലും BJP-യുടെ ഭാരവാഹിയായാലും ആർക്കായാലും ജനങ്ങളുടെ വിഷയങ്ങൾ എല്ലായിടത്തും ശ്രദ്ധയിൽപ്പെടുത്താം. അത് ഇവിടെ പറഞ്ഞതുപോലെ, ശ്രീ രാജു P. നായർ പറഞ്ഞതുപോലെ ഒരു നിയന്ത്രണത്തിലേക്ക് വരുന്നുണ്ടോ? ആ നിയന്ത്രണത്തിന് നിൽക്കുന്ന സംവിധാനമാണോ പോലീസ്? പത്തനംതിട്ടയിലെ പോലീസിനെ നിങ്ങളാണോ നിയന്ത്രിക്കുന്നത്? എന്താണ് അതിൻ്റെ വസ്തുത എന്താണ്? അതങ്ങനെ പത്തനംതിട്ടയിലെ പോലീസിനെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത്? പോലീസിൻ്റെതായ രീതിയുണ്ട്. പോലീസിന് മുന്നിൽ വരുന്ന വിഷയങ്ങളെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് പോലീസ് നിലപാടെടുക്കുന്നത്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് CPM-ൻ്റെ ആഫീസിൽ നിന്നോ കോൺഗ്രസിൻ്റെ ആഫീസിൽ നിന്നോ BJP-യുടെ ആഫീസിൽ നിന്നോ പറയുന്നതനുസരിച്ച് പോലീസിന് പ്രവർത്തിക്കാൻ കഴിയുമോ? അത് ശ്രീ രാജു P. നായർ ഒരു അനാവശ്യമായ ഒരു ആരോപണമാണ് അതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്നത്. കേരളത്തിലെ CPM-ൻ്റെ ആഫീസിൽ നിന്നാണോ പോലീസിനെ നിയന്ത്രിക്കുന്നത്? പോലീസ് സുതാര്യമായി തന്നെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഈ നാട്ടിലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പോലും ആ നിലയിൽ പറയാറില്ല. ആ കാര്യത്തിലൊക്കെ തികഞ്ഞ നിഷ്പക്ഷതമായ നിലപാടിൽ തന്നെയാണ് പോലീസ് എല്ലാ വിഷയങ്ങളിലും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ടുകൊണ്ട് ഈ കുറ്റക്കാരായ പോലീസുകാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. രാവിലെ തന്നെ അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി നിർത്തി. അതുമായി ബന്ധപ്പെട്ട ഈ ആക്രമണത്തിന് ഇരയായ ആളുകളുടെ മൊഴിയാകെ രേഖപ്പെടുത്തി. ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടു. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളാകെ തന്നെ പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് DIG-യുടെ മുമ്പാകെ വന്ന സമയം തന്നെ സസ്പെൻഷൻ ഓർഡറും കൊടുത്തു. ഇനി അതിൻ്റെ ബാക്കി നടപടികൾ എടുക്കണം. ഈ എടുത്തിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ഇട്ട് തന്നെയാണ് ഈ പോലീസുകാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതുവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ എടുക്കുകയും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുകയും തന്നെ വേണം. അല്ലാതെ ഒരു സസ്പെൻഷനോ അതുകൊണ്ട് മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു സമീപനമല്ല ഇതിൽ ഈ നാട്ടിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ നിന്ന് പത്തനംതിട്ടയിലൂടെ യാത്ര ചെയ്ത് വരവേ ഉണ്ടായ ഇരകളായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോകും. അല്ല, ആ ഏതറ്റം വരെയും പോകുമെന്ന നിലപാട് സ്വാഗതാർഹമാണ്. തീർച്ചയായും ഉറപ്പുണ്ട്. ആ നിലപാട് സ്വാഗതാർഹമാണ്. ഏതറ്റം വരെയും. കാരണം ഞങ്ങളുടെ നാട്ടിലൂടെ കടന്നു വന്ന നിരപരാധികളായ യാത്രക്കാരെ, ഒരു കുറ്റവും ചെയ്യാതെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ കടന്നു വന്നവരെ ആക്രമിച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉള്ള നടപടിയുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തെ സഹായിച്ച CPIM ഏതറ്റം വരെയും പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നല്ലത്. ഏതറ്റം വരെയും പോയാൽ നല്ലത്. ഇപ്പോൾ നവീൻ ബാബുവിന്റെ കാര്യത്തിലും അങ്ങനെ പറഞ്ഞിരുന്നല്ലോ. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അട്രോസിറ്റീസ് ഉണ്ടാകുമ്പോൾ പലപ്പോഴും സർക്കാർ അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന ആളുകൾ മനോവീര്യത്തിന്റെ കാര്യം പറഞ്ഞ് ഇതിനെയൊക്കെ പൊതിഞ്ഞു വെക്കാറുണ്ട്. അതിനപ്പുറത്ത് ക്രിമിനൽ ആക്ഷൻ വേണം എന്ന് നിങ്ങൾ നിലപാടെടുക്കുകയും ഏതറ്റം വരെയും പോവുകയും ചെയ്താൽ വളരെ വളരെ നല്ലത്. ഏതറ്റം വരെയും പോകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഷിജിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കേട്ടോ.
ഈ സംഭവം അറിഞ്ഞ സമയം മുതൽ തന്നെ ഞങ്ങളും ഞങ്ങളുടെ സഹപ്രവർത്തകരും എല്ലാം ഈ കുടുംബാംഗങ്ങളുമായിട്ട് അടുത്തിടപഴകുകയും അവരുടെ കാര്യങ്ങളാകെ തന്നെ മനസ്സിലാക്കുകയും ആവശ്യമായ നേതാക്കന്മാരെ ആകെ ബന്ധപ്പെടുത്തുകയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെടുകയും എല്ലാം ചെയ്ത് ആവശ്യമായ എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീ രാജു പി നായർ, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ വകുപ്പ് തല നടപടി, സസ്പെൻഷൻ, സ്ഥലം മാറ്റം തുടങ്ങിയവയ്ക്ക് അപ്പുറത്ത് തോന്നിയാസം കാണിച്ചാൽ ജനത്തിന്റെ മേലെ അന്യായമായി നിയമം ലംഘിച്ച് കൈവച്ചാൽ കേസ് നേരിടേണ്ടി വരും, അകത്തു പോകേണ്ടി വരും. സാധാരണ പൗരന്മാരാണ്, കാക്കിയിടുക എന്നുള്ളതൊരു ജോലിയാണ് എന്ന തിരിച്ചറിവ് വരണമെങ്കിൽ കൃത്യമായ നിയമ നടപടികൾ ആവശ്യമുണ്ട്. ഈ കാര്യത്തിൽ കുടുംബവും ഇപ്പോൾ CPM ഏരിയ സെക്രട്ടറി മേതറ്റം വരെയും പോകും എന്ന് പറഞ്ഞു. ശിക്ഷ ഉണ്ടായാൽ, ഞാൻ പറയുന്നത് ശിക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വിധിക്കാൻ പറ്റില്ല, അന്വേഷണം നടന്ന് നിയമ നടപടികൾ പൂർത്തീകരിച്ച് വിചാരണ നടത്തി ഈ ഉദ്യോഗസ്ഥരെ ശിക്ഷിച്ചാലെങ്കിലും പോലീസ് സേന ഒരു പാഠം പഠിക്കുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇത് പലപ്പോഴും ഈ ഉദ്യോഗസ്ഥരെല്ലാം ഈ ഭരിക്കുന്ന പാർട്ടിയുടെ സംരക്ഷണം പലപ്പോഴും കിട്ടുന്നവരാണ്. ഭരിക്കുന്ന പാർട്ടി കേരളത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്നത് CPMനെ അവരുടെ രാഷ്ട്രീയം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഗുണ്ടകളെയും പോലീസിനെയും ഒരേ സമയം അവരുടെ രാഷ്ട്രീയത്തിനോട് ഉപയോഗിക്കുന്ന ഒരു പാർട്ടിയാണ് CPM കേരളത്തിലുള്ളത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഉപയോഗിക്കപ്പെടുമ്പോൾ പിന്നീട് ഗുണ്ടകൾ നടത്തുന്ന ക്രിമിനാലിറ്റിക്കും പോലീസ് നടത്തുന്ന ക്രിമിനൽസ് ഇതിനെയും ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വരും. നോക്കൂ, ഇവിടെ ഈ ഒരു ഫോഴ്സ് എന്ന രീതിയിൽ, പോലീസ് ഫോഴ്സ് എന്ന രീതിയിൽ എത്രമാത്രം പ്രൊഫഷണൽ ആണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ചെന്താമരയുടെ ഉൾപ്പെടെ പറവൂർ കേസ് ഉൾപ്പെടെ നമുക്ക് നോക്കുമ്പോൾ പ്രൊഫഷണലിസം 7 അയലത്തൂടി പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതവിടെ നിൽക്കട്ടെ. ഇനി ഇവരുടെ അച്ചടക്കത്തിൻ്റെ കാര്യം നോക്കൂ. എവിടെ ADGPയും DGPയും തമ്മിൽ ചേരുമോ? 2 ADGPമാർ തമ്മിൽ ഇപ്പോൾ പ്രശ്നമാണ്. P വിജയനും അജിത് കുമാറും തമ്മിൽ പ്രശ്നമാണ്. സുജിത് ദാസ് നടത്തിയ വെളിപ്പെടുത്തലുകൾ നമ്മൾ മറന്നിട്ടില്ലല്ലോ, ഇല്ലേ? ADGP അജിത് കുമാർ P വിജയനെ സസ്പെൻഡ് ചെയ്തതിനാ മാതൃഭൂമി പത്രത്തിൽ തീവെപ്പ് കേസിലെ പ്രതിയെ കൊണ്ടുവന്നപ്പോൾ മാതൃഭൂമി പത്രത്തിന് ഫോട്ടോ ലഭിച്ചു എന്നുള്ളതും അത് P വിജയൻ ഇവർക്ക് എന്താ പറയുക ചോർത്തി കൊടുത്തു, മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ് ADGP അജിത് കുമാർ P വിജയനെ സസ്പെൻഡ് ചെയ്യാൻ ഉള്ള റിപ്പോർട്ട് കൊടുത്തത്, അല്ലേ? അപ്പോൾ ഫോഴ്സിനകത്ത് തന്നെ ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥർ പോലും ഇതിനകത്ത് അച്ചടക്കത്തോടെ നിൽക്കാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു. ആരാ ഇവരെ അച്ചടക്കത്തിൽ നിർത്തേണ്ടത്? അച്ചടക്കത്തിൽ നിർത്തേണ്ട ആഭ്യന്തരമന്ത്രിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. സ്വന്തം ഓഫീസിനകത്തിരുന്ന ഒരു പ്രൈവറ്റ് സെക്രട്ടറി അവിടെ ഒരു ഫ്ലാറ്റിൽ പോയി ദിവസവും രാത്രി കള്ളു കുടിച്ച് നാട്ടുകാർക്ക് പ്രശ്നമുണ്ടാക്കുന്ന പബ്ലിക് ന്യൂസൻസ് ആയിട്ട് മാറിയെന്നും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് ഭവനക്കടത്ത് കേസിലും ഉൾപ്പെടെ പ്രതിയായി എന്ന് പറഞ്ഞിട്ടും അതുപോലും അറിയാതെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരാണെന്ന് ഒന്നുകിൽ കള്ളം പറഞ്ഞത് അല്ലെങ്കിൽ അറിയാതെ ഇരുന്നത് മുഖ്യമന്ത്രിയല്ലേ? സ്വന്തം ഓഫീസിലേക്ക് ഉദ്യോഗസ്ഥരുടെ മൊറാലിറ്റിയെ കുറിച്ചും അച്ചടക്കത്തെ കുറിച്ചും അറിയാത്ത ആള് ഈ പറയുന്ന കേരളത്തിലെ പോലീസ് സംവിധാനത്തിനെ ഭരിക്കാൻ പറ്റുമോ? അത് ഭരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേരളത്തിൽ പോലീസിന് ഈ ഗതി വരുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. ശ്രീ ജയചന്ദ്രന്റെ ഒരു ചെറിയ മറുപടി, ഇവിടെ ഇപ്പോൾ പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു, അതിനൊന്നും സമയമില്ല. പക്ഷേ ഇപ്പോൾ ഒരു ADGP മറ്റൊരു ADGPയെ കുറിച്ച് സ്വർണം കടത്തുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്ന അത്രയും കുത്തഴിഞ്ഞ ഒരു വ്യവസ്ഥയിൽ പിന്നെ CIയും SIയും ഒക്കെ എന്ത് ചെയ്യണം? വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് എന്നുള്ളതല്ലാതെ റോട്ടിലിറങ്ങി ചിലപ്പോൾ നാട്ടുകാരെ തല്ലിയെന്ന് വരും. അല്ല, ഈ കേസിൽ പിന്നെ രാഷ്ട്രീയ പരിരക്ഷ ഒന്നും ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണെന്നറിയാമോ? അത് മാത്രം ഞാൻ പറയുന്നുള്ളൂ. CPMൻ്റെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് ഇന്ന് തിരുവനന്തപുരത്ത് ചെന്നിട്ടാണ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ടത്. അവിടെ നിന്ന് തന്നെ അദ്ദേഹം ചെയ്യിപ്പിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത്രയും കർശനമായിട്ട് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുള്ള നിലപാടാണ് പത്തനംതിട്ട ജില്ലയിലെ CPM എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ നടപടിയും ഉണ്ടായിട്ടുള്ളത്. അത്രയും കർക്കശമായ നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടിയെ പറ്റിയാണ് പറയുന്നത്. പോലീസിന് സംരക്ഷണം കൊടുക്കുന്നവരാണ് ഇവരെന്നുള്ളത്. പിന്നെ P വിജയന്റെ കാര്യവും എലത്തൂര് ട്രെയിനിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഒഫീഷ്യൽ സെക്രട്ടറി ആക്ട് അനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അല്ല ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന് മുകളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ DGP ആണെങ്കിൽ ശിക്ഷിക്കപ്പെടും. അത്രേ ഉള്ളൂ. ശരി, ഓക്കെ. അല്ല, എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് അനീതി നേരിട്ടാൽ CPMന്റെ നേതാവ് പോയി നിന്ന് ചെയ്യിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വമേധയാ അവിടെ നീതി കിട്ടേണ്ടതാണ്, നീതി കൊടുക്കേണ്ടതാണെന്ന ബോധ്യം ഗവൺമെന്റിന് ഉണ്ടാകേണ്ടതുമാണ്. നമുക്ക് അവസാനിപ്പിക്കാം. അത്രയും ഫാസ്റ്റ് ആവണം, ഫാസ്റ്റ് ട്രാക്കിൽ കാര്യങ്ങൾ പോകണം എന്നുള്ളതാണ് അഭിലാഷേ. ശരി, ഫാസ്റ്റ് ആവണം കാര്യങ്ങൾ. അതുകൊണ്ടാണ്. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.